Pentecost. Hallelujah. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ശുശ്രൂഷയെ സമ്പൂർണമായും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രിസ്തയേശുവിൽ അങ്ങ് ഞങ്ങളെ പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുക്കുകയും ഞങ്ങളെ സൃഷ്ടിക്കുകയും നഷ്ടപ്പെട്ട ഞങ്ങളെ വീണ്ടെടുക്കുകയും വീണ്ടും ക്രിസ്തുവിൽ അങ്ങയുടെ മാർവിൽ അങ്ങയുടെ കുടുംബത്തിൽ ഞങ്ങളെ ചേർക്കുവാനുള്ള മഹാപദ്ധതിക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ പദ്ധതികളെ തിരിച്ചറിയാൻ മനുഷ്യ മനസ്സുകൾക്ക് സാധ്യമല്ലെങ്കിലും അങ്ങയുടെ ആത്മാവിനായി ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തരുന്നതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങളിൽ ജീവിച്ച് ഞങ്ങളിലൂടെ വെളിപ്പെടുന്ന ആ മഹാസ്നേഹത്തിനായി നന്ദി. ഈ ശുശ്രൂഷ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇതൊരുക്കുവാൻ അങ്ങ് ഉപയോഗിച്ച ഗോസ്പൽ ടിവിയെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദാസിനെയും കുടുംബത്തെ അങ്ങയുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ഇപ്പോഴും തുടർന്ന് അനുഭവിക്കാൻ പോകുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം ഹൃദയങ്ങൾ തുറന്ന് അങ്ങയുടെ ചിന്തകൾ ആസിറ്റീസ് അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ വീഴുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ അങ്ങയുടേത് മാത്രമല്ലോ, അങ്ങയുടെ ഇഷ്ടം പോലെ അങ്ങ് ഉപയോഗിച്ചാട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ അകത്തും പുറത്തും എല്ലാം അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു അപ്പ, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ മഹാകൃപയാൽ ഇന്ന് ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ എല്ലാ ഇടയിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താദാസൻ സാജു ബ്രദർ ഒരു യാത്രയിലാണ്. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അദ്ദേഹം നമ്മളോട് കൂടെ സജീവമായി പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ 5 എപ്പിസോഡുകളായിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ തുടർച്ചയാണ്. നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആത്മീക ജീവിതം സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയുള്ള, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് അതെല്ലാം. ഈ ആത്മീയജീവിതം എങ്ങനെ പ്രവർത്തിപ്പിക്കും എന്നറിയാതെ നീതിക്ക് വേണ്ടി ദാഹിച്ച ലോത്തിനെ പോലെ ഈ ലോകത്ത് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി, സത്യത്തിനു വേണ്ടി ദാഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പ്രത്യേകിച്ച് ഈ സന്ദേശങ്ങൾ. ആ 5 സന്ദേശങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ ഒരു ദൈവ പൈതലിനെ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. തെറ്റിപ്പോയ കാര്യങ്ങൾ തെറ്റാണെന്നും ഏത് രീതിയിലാണ് ആ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതെന്നുമാണ് നമ്മളവിടെ സംസാരിക്കുവാനായിട്ട് ഇടയായത്. സ്വർഗസ്ഥ പിതാവ് ഏകനാണ് എന്നും ഏകനായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് എന്നും, എന്നാൽ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ താൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ദൈവപുത്രന്മാരുടെ പ്രവർത്തനം ആണെന്ന് നാം കേട്ടു. ഒരു ത്രിയേക ദൈവം ബൈബിളിലില്ല. പകരം ദൈവപുത്രന്മാരിൽ ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനം ഉണ്ട് എന്ന് നാം കേട്ടു.
അതിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേര് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ് എന്ന് നാം മനസ്സിലാക്കി. മറ്റൊന്ന് നാം മനസ്സിലാക്കിയത്, നമ്മളെ ആരെയും സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാൻ വിളിച്ചിട്ടില്ല എന്നും നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് തന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് നാം കേട്ടു. ക്രിസ്തുവിലുള്ള അതേ പ്രവർത്തന രീതിയാണ് ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിന് ജനിച്ചിട്ടുള്ള എല്ലാ ദൈവപുത്രന്മാർക്കും വേണ്ടത് എന്ന് നാം കേട്ടു. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ആ ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി എന്താണ്, അത് എങ്ങനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ റിസൾട്ട് ഉണ്ടാകും. കർത്താവ് പറഞ്ഞത് റിസൾട്ട് നോക്കി, ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയാനാണല്ലോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഈ 3 കാര്യങ്ങൾ: ഒന്ന്, സ്വർഗസ്ഥ പിതാവ് ഏകനാണ്, ഏകനായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു ത്രിയേകമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. നമ്മളെ പിതാവിനെ പോലെ ആകാനല്ല വിളിച്ചത്, പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ് വിളിച്ചിരിക്കുന്നത്, മുൻ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 3, നമ്മൾ ആ ക്രിസ്തുവിൽ ഉപയോഗിച്ചിരുന്ന പ്രവർത്തന രീതി വേണം നമ്മൾ ഉപയോഗിക്കാൻ. ക്രിസ്തുവിൽ ഉപയോഗിച്ചിരുന്ന പ്രവർത്തന രീതി ത്രിയേകമാണ്. അതിനെ വിശുദ്ധ ബൈബിൾ ഇട്ടിരിക്കുന്ന പേര് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്നാണ്. അപ്പൊ നാം ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റിലേക്കാണ്. എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാണ്. അതുവഴി നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതിനു മുമ്പുള്ള ആ 5 എപ്പിസോഡുകൾ കേൾക്കാത്തവർ അത് കേൾക്കണം എന്നുള്ള കാര്യം മുമ്പേ ഓർപ്പിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അത് ഉറപ്പുണ്ടാകും. കാരണം 5 നില ഓൾറെഡി പണിത് കഴിഞ്ഞത് 6ാം നിലയാണ്. അപ്പോൾ 6ാം നിലയിലേക്ക് ആദ്യം കയറി വരുന്നവർ ചിലപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഇടയാകും. അതുകൊണ്ട് ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുക. മറ്റൊരു കാര്യം, ഈ ലോകത്ത് സഭകളുണ്ട്. ആ സഭകളുടെ ഒന്നും വ്യക്താവല്ല എന്ന്, പകരം സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കുകയും നിങ്ങളെ ആരെയും എന്നോട് അടുപ്പിക്കുകയല്ല, പകരം എല്ലാവരെയും ക്രിസ്തുവോട് അടുപ്പിക്കുകയും ക്രിസ്തുവെ അനുഗമിക്കാൻ നിങ്ങളെ ഓർപ്പിക്കുകയും സഹായിക്കുകയും അങ്ങനെ ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവുമായി ഒന്നാകുവാൻ, ആ ഒരു നിരപ്പിന്റെ ശുശ്രൂഷയിൽ ഒന്നാകുവാൻ, ഒരു കുടുംബമായി തീരുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ക്രിസ്തുവിന്റെ ഒരു അവയവമാണ്. ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ഒരു അംബാസിഡറും കൂടിയാണ്. അപ്പോ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നാം മനസ്സിലാക്കാൻ പോകുന്നത് ക്രിസ്തുവിലുള്ള പ്രവർത്തന രീതിയാണ്. അപ്പൊ ക്രിസ്തുവിലുള്ള പ്രവർത്തന രീതി ലോ ഓഫ് ദ സ്പിരിറ്റ് ആണെന്ന് നാം കേട്ടു. അപ്പോൾ അത് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ആരെ പോലെ അങ്ങനെ വിളിച്ചിരിക്കണേ. ഞാൻ ഒരു വചനം വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം പിടുത്തം കിട്ടും. റോമ 8:29 അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം മുന്നേ അറിഞ്ഞവരെ, അതായത് സ്വർഗസ്ഥ പിതാവ് മുന്നേ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന്, അതായത് ആദ്യം ജനിച്ചവൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, അതായത് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ നിയമിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനാണ്. അപ്പൊ ഈ കാര്യം ആദ്യം ഉറപ്പിക്കണം. നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനാണ്. അതായത് നിങ്ങളെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു എഞ്ചിനീയറായി അല്ലെങ്കിൽ ഒരു ക്ലർക്കായി അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള ആ ഓഫർ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ, അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ യാതൊരു സംശയമില്ല, അതിലേക്കാണ് ഞാൻ ചെല്ലേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നാം ക്രിസ്തുവോട് പഠിക്കേണ്ടത്. ഇതാണ് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്,
ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനും ആകയാൽ എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ദേഹികൾക്ക് ആശ്വാസം കിട്ടും. മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്, സോൾസ് എന്നാണ് അവിടെ. ദേഹികൾക്ക് ആശ്വാസം കിട്ടും. അപ്പൊ നമ്മൾ ക്രിസ്തുവിനോട് പഠിക്കുകയാണ്. അപ്പൊ ക്രിസ്തുവിനോട് പഠിക്കുമ്പോൾ ക്രിസ്തു ഉപയോഗിച്ച സിസ്റ്റം എന്താണെന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോ തെറ്റായ സിസ്റ്റമാണ് നാം ഉപയോഗിക്കുന്നുവെങ്കിൽ നമുക്ക് റിസൾട്ട് വരികയില്ല. ഇതാണ് നാം തിരിച്ചറിയേണ്ടത് ഇവിടെ. അപ്പൊ യേശു ക്രിസ്തു ഉപയോഗിച്ച ആ നിയമം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ബൈബിൾ വചനത്തിലേക്ക് കടന്നു വരാം. റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മനസ്സിലാക്കുക. അപ്പോ ഇത് നമുക്ക് മലയാളം വായിച്ച് അത്ര ക്ലിയർ ആകത്തില്ല. കുറച്ചും കൂടെ നമുക്ക് KJV വായിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിന്റെ പ്രമാണത്തിന്റെ അല്പം ഒരു ഡീറ്റെയിൽ കിട്ടും. അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അത് ക്രിസ്തുവിലാണ്. പക്ഷെ മലയാളം വായിച്ചാൽ ക്രിസ്തുവിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് അത്ര ക്ലിയർ ആയി മനസ്സിലാകത്തില്ല. അപ്പോ ഇവിടെ എഴുതിയിരിക്കുകയാണ്, there is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the Spirit. For the law of the Spirit of life in Christ Jesus has made me free from the law of sin and death. ശ്രദ്ധിക്കുക, ഇത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക. The law of the Spirit. For the law of the Spirit of life in Christ Jesus. In Christ Jesus. ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ പ്രമാണം. ശ്രദ്ധിക്കുക, ക്രിസ്തുവിലുള്ള, ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ പ്രമാണം എന്നെ സ്വന്തമാക്കി. ആത്മാവിന്റെ പ്രമാണത്തിന്റെ പ്രത്യേകത എന്താ? ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ജീവൻ കൊടുക്കുന്ന ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ പ്രമാണം. അപ്പൊ ആത്മാവിന്റെ പ്രമാണം എവിടെയുള്ള? ക്രിസ്തുവില, ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ പ്രമാണമാണ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയത്. അപ്പൊ നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ്, അപ്പൊ ഈ ആത്മാവിന്റെ പ്രമാണം അല്ലാതെ വേറെ ഏതൊക്കെയാണ് പ്രമാണം? എന്താണ് ഈ ആത്മാവിന്റെ പ്രമാണം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ഈ ആത്മാവിന്റെ പ്രമാണം അല്ലാതെ വേറെ ഏതാണ് പ്രമാണം? നമുക്കറിയാം, ന്യായപ്രമാണമുണ്ട്. അത് വീണുപോയ മനുഷ്യർക്ക് ദൈവം കൊടുത്തതാണ്. അവരെ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ കൊടുത്തതാണ്. അപ്പൊ ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി ആത്മാവിന്റെ നിയമത്തിന്റെ പ്രവർത്തന രീതിയാണ് എന്നിപ്പോ മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുക. നമുക്ക് ഈ വാക്യത്തിലേക്ക് വീണ്ടും വരാം. അപ്പോ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്വർഗസ്ഥ പിതാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പിശാച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വീണുപോയ മനുഷ്യർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ക്രിസ്തു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ക്രിസ്തു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വചനമാണ് വായിച്ചത് നമ്മൾ. ലോ ഓഫ് ദ സ്പിരിറ്റ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ നിയമം. ഹല്ലേലൂയ. ആ രണ്ടു തരുന്ന ജീവൻ കൊടുക്കുന്നത്. അപ്പോ എങ്ങനെയാണ് സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിക്കുന്നത്? നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം. സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. എന്തെങ്കിലും ഒരു കമ്പി വാചകത്തിൽ അത് പറഞ്ഞു പോവാം. സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിക്കുന്ന ആ ഒരു തലം എന്ന് പറയുന്നത് താൻ സ്വയമേ പ്രവർത്തിക്കുന്നതാണ്. പിശാച്, സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാൻ ആഗ്രഹിച്ച പിശാചും പ്രവർത്തിക്കുന്നത് സ്വയമേയാണ്. അപ്പൊ വീണുപോയ മനുഷ്യരോ, പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട് വിലക്കപ്പെട്ട ഫലം തിന്നാൽ ഈ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് ഹൗവയെ വഞ്ചിച്ച പിശാച് മനുഷ്യരെയും പിശാച് പ്രവർത്തിക്കുന്നത് പോലെ സ്വയത്തിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നവരാക്കി. അപ്പൊ ക്രിസ്തുവോ ഈ 3 പ്രവർത്തന രീതിയല്ല ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി. ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. അതായത് താൻ പിതാവിനെ പോലെയും പിശാചിനെ പോലെയും വീണുപോയ മനുഷ്യരെ പോലെയും
തന്നിൽ നിന്ന് ആരംഭിക്കുകയില്ല. താൻ ആരംഭിക്കുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്, പിതാവിന്റെ ആത്മാവിലൂടെയാണ്. സ്വർഗസ്ഥ പിതാവ് പുത്രനായ ക്രിസ്തുവിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ. ഇതാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ത്രിയേക ദൈവം എന്ന് പറയുന്ന ഒരു ദൈവം ബൈബിളിൽ ഇല്ല. പകരം ഏക ദൈവത്തിന്റെ ക്രിസ്തുവിലുള്ള ത്രിയേക പ്രവർത്തനം നമുക്ക് ബൈബിളിൽ കാണാം. അപ്പൊ ക്രിസ്തുവിലുള്ള പ്രവർത്തനം, ദൈവത്തിനായ ക്രിസ്തുവിലുള്ള പ്രവർത്തനം ത്രിയേകമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവിന് ജനിച്ചിട്ടുള്ള എല്ലാ മക്കളുടെയും പ്രവർത്തനവും ക്രിസ്തുവെ പോലെയാണ്, ത്രിയേകമാണ്. ആ ത്രിയേക പ്രവർത്തനത്തിന് വിശുദ്ധ ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ നിയമം. ഓക്കെ, അപ്പോ പെട്ടെന്ന് സ്വർഗസ്ഥ പിതാവിന്റെ പ്രവർത്തനം തന്നിൽ നിന്ന് തന്നെയാണെന്ന് നാം കേട്ടു. ഇതാ കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞതാണ് എങ്കിൽ പോലും പുതിയതായിട്ട് ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഏഷ്യ 46:10 നമുക്ക് കാണാൻ പറ്റും. സ്വർഗസ്ഥ പിതാവ് ആദിയിൽ തന്നെ അവസാനം പ്രഖ്യാപിക്കുകയും തന്റെ ഇഷ്ടം എല്ലാം താൻ ചെയ്യും എന്ന് പറയുകയും ചെയ്തു. ഇതുകൊണ്ടാണ് സ്വർഗസ്ഥ പിതാവിന് ധന്യനായ ഏകാധിപതി എന്ന് വിശുദ്ധ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. യെശയ്യ 46:10. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോ ദൈവം പറയാണ്, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. അപ്പോൾ സ്വർഗസ്ഥ പിതാവ് ആരംഭിക്കുന്നത് തന്നിൽ തന്നെയാണ്. ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1 തിമോത്തി അതിന്റെ 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ധന്യനായ ഏകാധിപതിയും. അപ്പോൾ സ്വർഗസ്ഥ പിതാവ് ഏകാധിപതിയാണ്. നേരത്തെ കേട്ടു, ഹിറ്റ്ലർ ഏകാധിപതിയാണെന്ന് നാം കേട്ടു, സദാം ഹുസൈൻ ഒരു ഏകാധിപതിയാണെന്ന് കേട്ടു. ആരോടും ചോദിക്കത്തില്ല, തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ താൻ തന്റെ ഇഷ്ടമൊക്കെയും ചെയ്യുന്നു. അപ്പോ ആരോടും ചോദിക്കുന്നില്ല. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നാൽ ക്രിസ്തുയേശു ഇതേ രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല. ക്രിസ്തുയേശുവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ പ്രവർത്തനം സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജെറമ്യ 32:27 സ്വർഗസ്ഥ പിതാവിന്റെ പ്രവർത്തനം നമുക്ക് കാണാം. സ്വർഗസ്ഥ പിതാവ് പറയാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എന്നാൽ സ്വർഗസ്ഥ പിതാവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. താനെല്ലാം സ്വയമേ ചെയ്യുന്നു, താൻ നടപ്പിലാക്കുന്നു. എന്നാൽ യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ യേശു ക്രിസ്തു യഹൂദന്മാരോട് നീ നിന്നെ തന്നെ ദൈവത്തോട് തുല്യനാക്കി എന്ന് പറഞ്ഞ് തർക്കിക്കുമ്പോൾ യേശു ക്രിസ്തു അവരോട് പറയാണ്, ഞാനും എന്റെ അപ്പനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന അർത്ഥത്തിൽ യേശു പറയാണ്, എന്റെ അപ്പനെല്ലാം സ്വയമേ ചെയ്യുന്നു, എനിക്കൊന്നും സ്വയമേ ചെയ്യുവാൻ കഴിയുകയില്ല. യേശു ആമേൻ ആമേൻ എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും അവരോട് പറയാണ്. യേശു അവരുടെ ഉത്തരം പറഞ്ഞത് ആരോട്? നീ നിന്നെ തന്നെ ദൈവത്തോട് തുല്യനാക്കി എന്ന് പറയുന്ന യഹൂദന്മാരോട് ഉത്തരം പറയുകയാണ്. ദൈവപുത്രൻ ദൈവത്തോട് തുല്യനാണ്, രണ്ടുപേരും ഒരേ സാദൃശ്യമാണ്, ഒരേ സ്വരൂപവുമാണ്. എന്നാൽ യേശുക്രിസ്തു പറയാണ്, ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ആ വണ്ണം തന്നെ ചെയ്യുന്നു. അപ്പോ വളരെ വ്യക്തമായ വ്യത്യാസമുണ്ട് സ്വർഗസ്ഥ പിതാവിന്റെ പ്രവർത്തനവും യേശുക്രിസ്തുവിന്റെ പ്രവർത്തനവും. യേശുക്രിസ്തു സ്വയമിൽ നിന്ന് ആരംഭിക്കുകയില്ല, പിതാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ പിതാവിൽ നിന്ന് എങ്ങനെ ആരംഭിക്കുന്നു? പിതാവിന്റെ ആത്മാവിലൂടെ ആരംഭിക്കുന്നു. ഇതാണ് പിതാവ് പുത്രനിൽ തന്റെ ആത്മാവിലൂടെയുള്ള ആ ഏകീകൃത പ്രവർത്തനം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ മാത്രമല്ല, ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിന് എത്ര മക്കൾ ജനിക്കുന്നു അവരുടെ എല്ലാം പ്രവർത്തന രീതി ഇതേപോലെയാണ്. കാരണം അവരെല്ലാം വിളിച്ചത് ക്രിസ്തുവെ പോലെ ആകാനാണ്. അപ്പൊ ഈ ഒരു തലം കഴിഞ്ഞ നാളിൽ സഭയ്ക്ക് അറിവില്ലായിരുന്നു. അപ്പോ ഈ നാളുകളിൽ ഇതാ സ്വർഗത്തിൽ ദൈവം നമ്മളെ അറിയിക്കുകയാണ്. അറിയാത്ത കാലത്ത് നാം അതനുസരിച്ച് പ്രവർത്തിച്ചില്ല, നോ ഇഷ്യൂ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അറിയുന്ന കാലത്ത് ഈ കാര്യം അറിയുമ്പോൾ
നാം കാണുന്നു എന്ന് പറയുമ്പോൾ നാം അത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മളിൽ പാപം നിലനിൽക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഈ കേൾക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന് ഉറപ്പിച്ച്, അത് അങ്ങനെ തന്നെയെങ്കിൽ ബരോവയിലുള്ളവരെ പോലെ വിശുദ്ധ വചനത്തിലൂടെ ഇത് ഉറപ്പിച്ച് അങ്ങനെ തന്നെയെങ്കിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആരും മടി കാണിക്കരുതെന്നുള്ള പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇനി പിശാചിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? പിശാചു സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിച്ച പിശാചും സ്വയത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ ഒരു തലം നാം തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പിതാവിനെ പോലെ തന്നെ സ്വയത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് പിശാച്. ഇങ്ങനെയുള്ളവരൊന്നും ദൈവം അംഗീകരിക്കുകയില്ല. ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഒരു കൂട്ട യഹൂദന്മാരോട് പറയുന്ന രംഗമാണ്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ബോഷ്ക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കുക, സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ബോഷ്ക്ക് പറയുമ്പോൾ എവിടെ നിന്ന് എടുക്കുന്നു? സ്വന്തത്തിൽ നിന്ന് എടുക്കുന്നു, തന്റെ സ്വയത്തിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനവും പിശാചിന്റെ പ്രവർത്തനവും വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു ഒന്നും സ്വയമേ പറയുന്നില്ല. യോഹന്നാൻ 19:30 യേശു പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ പിശാച് ഇതിനെക്കുറിച്ച് യേശു പറയാണ്, അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. അപ്പോ സ്വർഗസ്ഥ പിതാവ് സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അതാണ് സ്വർഗസ്ഥ പിതാവ് ഇതാ തന്റെ പേര് പറയുമ്പോൾ മോശയോട് പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരേ ഒരു വ്യക്തി സ്വർഗസ്ഥ പിതാവാണ്. കാരണം തന്നിൽ നിന്നാണ് സകലതും ആരംഭിക്കുന്നത്. എന്നാൽ പിശാച് ആ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ച ആ വ്യക്തിത്വവും സ്വയമേയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ദൈവം അംഗീകരിക്കുകയില്ല. സ്വയമേയാണ്. ഇത് യേശുക്രിസ്തുവിനെ അറിയാവുന്നതുകൊണ്ടാണ് യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുന്നത്, അവൻ ബോഷ്ക്ക് പറയുമ്പോൾ സ്വയത്തിൽ നിന്ന് സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അപ്പൊ മനസ്സിലായല്ലോ, സ്വർഗസ്ഥ പിതാവിന്റെ അതേ പ്രവർത്തന ശൈലിയാണ് പിശാചിൻ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നത്. സ്വയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനി വീണുപോയ മനുഷ്യരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വീണുപോയ മനുഷ്യരും പിശാചിനാലാണല്ലോ അവർ വീണത്. പിശാച് ഈ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് ഇവരുടെ സ്വയത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളെല്ലാം തെറ്റിപ്പോയി. എങ്ങോട്ട് മാറിപ്പോയി? നിങ്ങളുടെ സ്വയത്തിലേക്ക് വീണുപോയി. ദൈവത്തിൽ നിന്ന് ആരംഭിക്കേണ്ട, അതായത് ക്രിസ്തുവെ പോലെ ദൈവപുത്രന്മാരെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ആരംഭിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ സ്വയത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇതാ മനുഷ്യരെ വീണുപോയ മനുഷ്യരെ കുറിച്ച് പറയുന്നു. ഞാൻ വായിക്കാം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക, താന്താന്റെ വഴിക്ക്. പിശാചിനെ കുറിച്ച് പറയുന്നത് അവൻ സ്വന്തത്തിൽ നിന്ന് ആണ് പറയുന്നത്. ഇവിടെ പറയാണ് നമ്മളെല്ലാം തെറ്റിപ്പോയി. എങ്ങോട്ടാ തെറ്റിപ്പോയെ? താന്താന്റെ വഴിക്ക് തിരിഞ്ഞു. അപ്പോ നാം എല്ലാവരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു, സ്വന്തം വഴി. സ്വർഗസ്ഥ പിതാവ് പറയുന്നു, ഞാൻ എന്റെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. പിശാചിനെ കുറിച്ച് യേശു പറയുന്നു, അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു നുണ പറയുന്നു. നമ്മളെ കുറിച്ച് പറയുന്നു, നാം താന്താന്റെ വഴിക്ക് തെറ്റിപ്പോയി. അപ്പോ ഈ സ്വർഗസ്ഥ പിതാവ് സ്വയത്തിൽ പ്രവർത്തിക്കുന്നു, പിശാച് സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു, നാമും സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ ദൈവത്തിനായ ക്രിസ്തു സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. ഇതാണ് ദൈവത്തിനായ ക്രിസ്തുവിന്റെ പ്രവർത്തന രീതി. ക്രിസ്തു പ്രവർത്തിക്കുന്നതല്ല തന്റെ പിതാവിൽ നിന്നാണ്. എങ്ങനെ? പിതാവിന്റെ ആത്മാവിലൂടെയാണ്. ആത്മാവിലെ പ്രവർത്തനമാണ് ദൈവത്തിനായ ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത്. പിതാവ് പുത്രനിൽ തന്റെ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നത്. ഇതാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ഏകീകൃത പ്രവർത്തനം ദൈവത്തിനായ ക്രിസ്തുവിൽ. ഇതേ പ്രവർത്തന രീതിയാണ് നമ്മുടെയും പ്രവർത്തന രീതി. അതുകൊണ്ട് ആ ത്രിയേക പ്രവർത്തന രീതിയായ ലോ ഓഫ് ദ സ്പിരിറ്റ് എങ്ങനെയെന്ന് നാം പഠിക്കണം. ഇതുകൊണ്ടാണ് റോമ 8-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഇപ്പോഴുള്ളവർ സ്വതന്ത്രരായി. എന്താ കാര്യം?
അതിന്റെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉള്ളിലുള്ള ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ആത്മാവിന്റെ നിയമം, ജീവൻ കൊടുക്കുന്ന ആത്മാവിന്റെ പ്രമാണം നമ്മളെ സ്വതന്ത്രമാക്കി. എന്തിൽ നിന്ന്? പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി. അപ്പൊ ഈ ആത്മീയ നിയമം നിങ്ങൾ അറിയണം. ഓ ഫാദർ വി താങ്ക് യു, ലോർഡ് ഐ ലവ് യു. അപ്പോ ഞാനതുകൂടി വായിക്കാം. എന്നിട്ട് കഴിഞ്ഞ മെസ്സേജുകൾ ഒരു പിക്ചർ നിങ്ങളെ കാണിച്ചു. ആ പിക്ചറിലേക്ക് നമ്മൾ വരും, കുറെ കൂടി എളുപ്പമായിരിക്കും. റോമ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, KJV അതുകൊണ്ട് ഞാനോട് ചേർത്ത് വായിക്കാം. There is therefore now no condemnation to them which are in Christ Jesus, who walk not after the flesh but after the spirit. ജഡത്തെ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക്, ക്രിസ്ത്യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അങ്ങനെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. അതിന്റെ കാരണം പറയാണ്, ഫോർ ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ നിയമം. അപ്പോ ഇത് ഈ പോയിന്റ് മറന്നു പോകരുത്. ക്രിസ്തുവിലാണ് ആത്മാവിന്റെ നിയമം. ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ നിയമം ഹാസ് മെയ്ഡ് മീ ഫ്രീ ഫ്രം ദ ലോ ഓഫ് ദ സിൻ ആൻഡ് ഡെത്ത്. പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ഇതേപോലെ ആത്മലോകത്തിലെ ഒരു സ്വാതന്ത്ര്യമാണിത്. ആത്മലോകത്തിലെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ആ യാഗ ദിവസം. ആത്മലോകത്തിലെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോ ഈ ത്രിയേക പ്രവർത്തനത്തിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ നിയമം. ആത്മാവിന്റെ നിയമം. അപ്പൊ ആത്മാവിന്റെ നിയമം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ ആത്മാവിന്റെ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കേട്ട് ഒരു ദൈവപുത്രൻ പ്രവർത്തിക്കുന്നതാണ് ആത്മാവിന്റെ നിയമം. പക്ഷെ ആത്മാവിന്, ഈ ദൈവാത്മാവിന് ഇതൊക്കെ പറയാൻ എവിടെന്നാ കിട്ടുന്നേ? ദൈവാത്മാവിന് ഇതെല്ലാം പറയാൻ കിട്ടുന്നത് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. ആ സ്വർഗസ്ഥ പിതാവിന്റെ ആത്മാവാണ് ഈ പരിശുദ്ധ ആത്മാവ്. ആ ദൈവത്തിന്റെ ചിന്തകളെ ദൈവത്തിന്റെ ആത്മാവ് ദൈവപുത്രനായ ക്രിസ്തുവിന് കൊടുക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവർക്ക് കൊടുക്കും. അവരത് കേട്ട് പ്രവർത്തിക്കും. അങ്ങനെയാണ് ഈ ത്രിയേക പ്രവർത്തനം ദൈവപുത്രന്മാരിലൂടെ വെളിപ്പെടുന്നത്. ഇതിനെയാണ് ആത്മാവിന്റെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം. കാരണം ആത്മാവിന്റെ നിയമം ആത്മലോകത്താണ്. ന്യായപ്രമാണം അക്ഷരലോകത്താണ്, ഈ ഭൂമിയിലാണ്. ഈ തിരിച്ചറിവ് ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടായ കുറെ എളുപ്പമായിരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ചിത്രത്തെ കുറിച്ച് ആരെങ്കിലും അറിയാതിരിക്കുന്നു, ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ വരുന്നെങ്കിൽ ഇതിനു മുമ്പുള്ള 2 എപ്പിസോഡിൽ ഈ ചിത്രം പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിലെ കുടുംബം, സ്വർഗീയ കുടുംബം. എന്താണ് സുവിശേഷം എന്നുള്ള ഒരു ടൈറ്റിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്താണ് സുവിശേഷം? ജഡകുടുംബത്തിൽ നിന്ന്, മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക്, ആത്മകുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മക്കളായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, കൂട്ടവകാശികളായി നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ആ മഹാസന്ദേശമാണ് സുവിശേഷം. മരണമുള്ള കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത കുടുംബത്തിലേക്ക്, ഭൂമിയിലെ കുടുംബത്തിൽ നിന്ന് സ്വർഗത്തിലെ കുടുംബത്തിലേക്ക്. നിങ്ങൾക്ക് അതിലൂടെ കാണാം, താഴെ ഭൂമി, ഭൂമിയിൽ ഒരു പിതാവ്, മാതാവ്, 2 മക്കളുള്ള ഒരു കുടുംബം. സ്വർഗത്തിൽ ഇതാ സ്വർഗസ്ഥ പിതാവോ കർത്താവ് യേശു, അനേക ദൈവപുത്രന്മാരുള്ള കുടുംബം. ഇതാ ഇത് മുകളിൽ നിങ്ങൾക്ക് പുതിയ യെരൂശലേം കാണാം, താഴെ ഭൂമി കാണാം. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരോട് പറയുന്നത്, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത്. ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കാൻ പറയുന്നത്. ആ ഉയരത്തിലുള്ളത് ആത്മലോകമാണ്, താഴെയുള്ളത് ഭൂമി, ഭൗതിക ലോകമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതുവരെയും നാം എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരുന്നത് ന്യായപ്രമാണമാണ്. എന്നാൽ യേശുക്രിസ്തു കടന്നു വന്ന് ആ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യം വരുത്തി കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ. തുടർന്ന് നമ്മളെ ആത്മമണ്ഡലത്തിൽ, സ്വർഗരാജ്യത്തിൽ വീണ്ടും ജനിപ്പിച്ചു ദൈവത്തിന്റെ മക്കളായി. ഈ ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ല. കാരണം നമുക്ക് ദൈവരാജ്യ സുവിശേഷം എന്താണെന്നുള്ളത് നമുക്ക്
വേണ്ട രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. ദൈവരാജ്യ സുവിശേഷം വ്യക്തതയോടെ മനസ്സിലാക്കുക, അത് ദൈവത്തിന്റെ ഭരണമാണ്, ദൈവത്തിന്റെ കുടുംബ ഭരണമാണ്. ആ കുടുംബത്തിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യ സുവിശേഷം ദൈവത്തിന് പ്രപഞ്ചത്തിന്മേലുള്ള ഭരണമാണ്. അത് ദൈവം തന്റെ കുടുംബത്തിലൂടെയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കുടുംബ ഭരണമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ പരമാധികാര സൃഷ്ടികളിൽ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിൽ ഉള്ളവരിലൂടെയും കടന്നു വരുന്നതാണ് ദൈവരാജ്യം. അത് ദൈവത്തിന്റെ കുടുംബ ഭരണമാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കേൾക്കുവാൻ ഇത് അറിയാൻ പാടില്ലാത്തവർ ഓർപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പെട്ട ചിത്രത്തിലൂടെ കാണാം, ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് അവര് പാപം ചെയ്യാതെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം വീണുപോയ മക്കൾക്ക്, ഏത് മക്കൾക്ക്? സ്വയകേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന മക്കളെന്ന് കേട്ടില്ലേ നമ്മള് ഏശ 53:6 അങ്ങനെയുള്ളവർക്ക് കൊടുത്തതാണ് ന്യായപ്രമാണം, അക്ഷരങ്ങൾ. എന്നാൽ ആ അക്ഷര ലോകത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് അവരെ യേശു കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിലൂടെ വീണ്ടും ജനിപ്പിച്ചു സ്വർഗത്തിൽ. അങ്ങനെയുള്ളവർക്ക് അത് ആത്മലോകമാണ്. അങ്ങനെയുള്ളവർക്ക് ഉള്ള നിയമം ആത്മാവിന്റെ പ്രമാണമാണ്. ഇത് തിരിച്ചറിയാം. അപ്പൊ നമ്മുടെ ഇനി മുതലുള്ള പ്രമാണം, അതായത് വീണ്ടും ജനിച്ച യേശു ക്രിസ്തുവിനെ, ഒറിജിനൽ ആയിരിക്കണം അല്ലെങ്കിൽ ഇല്ല കേട്ടോ, ഒറിജിനലായ യേശു ക്രിസ്തുവിനെ, അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവരാജ്യം പ്രസംഗിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ, നമ്മളെ സ്വർഗത്തിലേക്ക് തന്റെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ട യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഈ സ്വർഗീയ കുടുംബത്തിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള നിയമമാണ് ആത്മാവിന്റെ പ്രമാണം. മനസ്സിലായോ? ന്യായപ്രമാണം ഭൂമിയിൽ എപ്പോഴും ഉണ്ട്. അത് ജഡമനുഷ്യർക്ക്, സ്വയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്. എന്നാൽ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് നമ്മൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വന്നു. അത് യേശുവിൽ ഉണ്ടായിരുന്ന നിയമമാണ്. യേശുവിൽ വീണ്ടും ജനിച്ച നമുക്കും അതേ നിയമമാണ് എന്ന് മറക്കരുത്. അപ്പൊ ഇത് മറന്നു പോകരുത്. ആത്മലോകത്തിലെ നിയമമാണ് ആത്മാവിന്റെ പ്രമാണം. ഇനി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത്, താഴെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് ഇതാ നമുക്ക് ലെറ്ററുകൾ തരുന്നു, അക്ഷരങ്ങൾ തരുന്നു. ഇത് കണ്ടോ, ന്യായപ്രമാണം, അല്ലെങ്കിൽ ഇതാ ഇപ്പൊ അതിന്റെ അഡ്വാൻസ് പതിപ്പായ പഴയതും പുതിയതെല്ലാം കൂടിയ വിശുദ്ധ ബൈബിൾ. ഇതെല്ലാം അക്ഷരങ്ങളാണ്. ഇത് ആണ് ഈ ഇരുണ്ട ലോകത്ത് പിശാച് മറച്ചിട്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് ആകപ്പാടെയുള്ള ഗൈഡിങ് സ്റ്റാർ ആണ് വിശുദ്ധ ബൈബിൾ. അതിലൊക്കെ അക്ഷരങ്ങളാണ്. എന്നാൽ ഈ അക്ഷരങ്ങളൊക്കെ യഥാർത്ഥത്തില് ഈ അക്ഷരങ്ങളൊക്കെ, പഴയ ഉടമ്പടിയിലെ അക്ഷരങ്ങളൊക്കെ നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷകൻ വരുന്നു എന്ന് മാത്രമല്ല നമുക്ക് ആശ്വാസം തരുന്നു. എന്നാൽ ക്രിസ്തുവിലേക്ക് നാം വന്നു കഴിയുമ്പോൾ അത് ക്രിസ്തു നമ്മളെ ആത്മലോകത്തേക്ക്, സ്വർഗസ്ഥ പിതാവിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അക്ഷര ലോകത്ത് നിന്ന് നമ്മൾ ആത്മലോകത്തേക്ക് മാറുകയാണ്. മനസ്സിലായോ? അപ്പൊ അക്ഷരങ്ങളൊക്കെ, പഴയ ഉടമ്പടിയിലെ അക്ഷരങ്ങളൊക്കെ നമ്മളെ ക്രിസ്തുവിലേക്ക്, ക്രിസ്തു വരെ പ്രവചിച്ചു. ഇനി ക്രിസ്തു വന്നിട്ട് തുടർന്നുള്ള ചിന്തകൾ മുഴുവൻ നമ്മളോട് പറഞ്ഞത് ദൈവരാജ്യത്തെ കുറിച്ച്, ആത്മലോകത്തെ കുറിച്ചാണ്. അപ്പോ ആത്മലോകത്തെയും ആത്മലോകത്തിന്റെ ഉടമസ്ഥനായ തന്റെ അപ്പനെയും കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മളെ അങ്ങോട്ടേക്ക് നയിക്കുകയാണ്, അങ്ങോട്ടേക്ക് നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മളോട് പറയാണ്, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത്, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇനി അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അക്ഷരത്തിൽ നിന്ന് ആത്മാവിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ജഡകുടുംബത്തിൽ നിന്ന് ആത്മകുടുംബത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. സമയത്തിൽ നിന്ന് നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. മരണമുള്ള കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത കുടുംബത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. പിശാച് വാഴുന്ന കുടുംബത്തിൽ നിന്ന് ദൈവം നമ്മളിലൂടെ ഭൂമിയെ, പ്രപഞ്ചത്തെ വാഴുന്ന ആ കുടുംബത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. മനസ്സിലായോ? ഞാൻ താഴെ വെച്ചോട്ടെ. ഒരു ചിത്രം വളരെയധികം സന്ദേശം നമുക്ക് തരുവാനായിട്ടിടയാണ്. നമ്മളൊരു 1000 പ്രാവശ്യം കേൾക്കുന്നതിനേക്കാൾ ചിത്രത്തിലൂടെ കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ കുറെ ഉറപ്പായി തീരുവാനായിട്ടിടയാണ്. താങ്ക് യു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇനി നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആത്മാവിന്റെ നിയമത്തെ കുറിച്ചാണ്. ഈ ഒരു ആത്മാവിന്റെ നിയമം ആർക്കാണ്? ഈ ആത്മാവിന്റെ നിയമം യേശു ക്രിസ്തു വീണ്ടും ജനിച്ച
പുതിയ സൃഷ്ടികളായ ദൈവപുത്രന്മാർക്കാണ്, അല്ലെങ്കിൽ പുതിയ മനുഷ്യർക്കാണ്. ഇനി അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പഴയത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. പഴയത്, ഈ താഴെയുള്ള കുടുംബം ഉണ്ടല്ലോ, ഈ താഴെയുള്ള കുടുംബം പഴയത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നിങ്ങളുടെ ജീവിതം. അപ്പൊ താഴെയുള്ള നിലനിൽക്കത്തില്ല, മുകളിലുള്ളതാണ് ആ വീണ്ടും ജനിച്ച ആ പുതിയ സൃഷ്ടിയിലുള്ള ക്രിസ്തുവിൻ തലമുറയാണ്, അതായത് ദൈവത്തിൻ തലമുറയാണ്. ക്രിസ്തു ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല, സ്വർഗസ്ഥ പിതാവിന്റെ മകനാണ്. ആ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുയേശുവിലൂടെയാണ് കാൽവരി ക്രൂശിലെ യാഗത്തിൽ നമ്മളെ ജനിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടിയിൽ അതേ വംശമാണ്. പഴയ സൃഷ്ടിയിൽ നമ്മൾ താഴെ ഭൂമിയിൽ വീണുപോയ ദ്രവത്വമുള്ള മനുഷ്യ മക്കളാണെങ്കിൽ, പുതിയ സൃഷ്ടിയിൽ നാം ക്രിസ്തുവിൽ ദൈവവംശമാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇതുകൊണ്ടാണ് ദൈവവചനം 15:22 പറയുന്ന ആദത്തിൽ എല്ലാവരും മരിച്ചു പോകും. അത് നമ്മളുടെ ഒരു വംശമാണ്, അതാണ് പഴയ സൃഷ്ടി. എന്നാൽ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അതാണ് നമ്മളുടെ പുതിയ സൃഷ്ടികർമ്മം. പുതിയ ആ സൃഷ്ടിപ്പാണ്, ദൈവത്തിന്റെ വംശമാണ് അവിടെ നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും ഒക്കെയായി തീരുന്നത്. ഓളോടെ എല്ലാവരും താങ്ക് യു ഫാദർ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോ, പൗലോസിന്റെയൊക്കെ സമയത്ത് യഹൂദന്മാരുടെ തർക്കം നടക്കുകയാണ്. പഴയ ഉടമ്പടിയിലെ പരിച്ഛേദന കർമ്മം വേണം എന്ന് തർക്കം നടക്കുന്ന സമയത്ത്, ഇന്ന് നമുക്ക് ധാരാളം തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അല്ലെ, ആഭരണം വേണം, ആഭരണം വേണ്ട, അങ്ങനെയുള്ള തർക്കങ്ങൾ, വെള്ളിയുടുപ്പ് വേണം, വെള്ളിയുടുപ്പ് വേണ്ട, പല പല തർക്കങ്ങൾ നടക്കുക. അപ്പോ അദ്ദേഹം പറയാണ്, ഈ തർക്കങ്ങളൊന്നുമല്ല കാര്യം, പുതിയ സൃഷ്ടിയാണ് കാര്യം. കാരണം പുതിയ സൃഷ്ടിയെ നിത്യം നിലനിൽക്കും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തില് അദ്ദേഹം പറയാണ്, പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. എന്നിട്ട് പറയാണ്, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനം കരുണയും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതായത് ഈ പ്രമാണം അനുസരിച്ച് നടക്കുക. ഏത് പ്രമാണം? ഈ പുതിയ സൃഷ്ടിയുടെ പ്രമാണം അനുസരിച്ച് നടക്കുക. പുതിയ സൃഷ്ടിയാണ് ഇനി കാര്യം. പുതിയ സൃഷ്ടിയുടെ പ്രമാണമാണ് ആത്മാവിന്റെ പ്രമാണം, ലോ ഓഫ് ദ സ്പിരിറ്റ്. അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞപ്പോ ഇന്ത്യ വേറൊരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുക, വേറൊരു പ്രമാണത്തിലേക്ക് കയറുക. ഇതേപോലെ തന്നെ ഇവിടെ ഈ പ്രമാണം അനുസരിച്ച് നടക്കുക. എന്നിട്ട് അദ്ദേഹം പറയണേ, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. അതായത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പരിച്ഛേദനം വേണം, പരിച്ഛേദനം വേണ്ട, ഇങ്ങനെ തർക്കങ്ങൾ നടക്കുക. അപ്പൊ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. പഴയ സൃഷ്ടിയിലെ അഗ്രചർമ്മമോ പരിച്ഛേദനമോ ഒന്നും അല്ല കാര്യം, പുതിയ സൃഷ്ടിയാകുന്നതാണ് കാര്യം. പഴയ സൃഷ്ടി എന്ന് പറയുന്നത് താഴെ ഈ ഭൂമിയിലുള്ളതാണ്. ഈ പഴയ സൃഷ്ടി ഇത് ഇവിടെ കൊണ്ട് തീരും, ഇത് കുറച്ചേ ഉള്ളൂ, ഇതിപ്പോ തീരും. ഇതിലുള്ള കാര്യങ്ങളല്ല. ഈ ലോകം അതിന്റെ മോഹക്കം ഒഴിഞ്ഞു പോകും. പുതിയ സൃഷ്ടിയാണ്, ദൈവപുത്രന്മാരായി തീരുന്നതാണ് കാര്യം. ആ ദൈവപുത്രന്മാരുടെ നിയമമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന കാര്യം തിരിച്ചറിയുക. ആ ദൈവപുത്രന്മാരുടെ നിയമമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ലോ ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന ഇതിലൂടെ സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്ത ഈ പുസ്തകത്തിലെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ധൂർത്തപുത്രന്റെ കഥയിലൂടെ പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ഒക്കെ, ധൂർത്തപുത്രന്റെ യാത്ര, പിതാവിന്റെ അടുക്കൽ നിന്ന് കാണാൻ പറ്റുന്നില്ല, ഇതാണ് പിതാവിന്റെ അടുക്കൽ നിന്ന് ദൂരെ പോയ ധൂർത്തപുത്രൻ, പന്നിക്കൂട്ട് നിൽക്കുന്ന ധൂർത്തപുത്രൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ധൂർത്തപുത്രൻ പഴയ ഉടമ്പടിയിലെ വ്യക്തിത്വവും ആ പന്നിക്കൂട്ട് നിൽക്കുന്ന ആള്. എന്നാൽ ആ ധൂർത്തപുത്രന്റെ പിതാവിനെ കുറിച്ചുള്ള ബോധം വരികയും സുബോധം വരികയും ആ ധൂർത്തപുത്രൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന രംഗമാണ് പുതിയ ഉടമ്പടിയുടെ രംഗം. അപ്പോ ഇത് രേഖപ്പെടുത്തി ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഇത് രേഖപ്പെടുത്തിയിട്ട് ഈ പുത്രൻ തിരിച്ചു വരുന്ന രംഗമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ 2ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. നിങ്ങൾക്ക് നോർമലി ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ ചെന്നാൽ ലോ ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ച് ഒരു പുസ്തകം കാണത്തില്ല, പുതിയ സൃഷ്ടിയെ കുറിച്ചും ഒരു പുസ്തകം കാണത്തില്ല. എങ്കിൽ കൃപയാൽ വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ ദൈവം എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവരാജ്യത്തെ എതിർക്കുന്ന പിശാചും സഭയ്ക്കുള്ളിലുള്ള പിശാചിന്റെ കളകളും
അതോടൊപ്പം തന്നെ അറിഞ്ഞുകൂടാത്ത നമ്മുടെ നല്ല സഹോദരങ്ങളും ഇതെല്ലാവരും ചേർന്നത് ഈ പുസ്തകം പുറത്തിറങ്ങാതിരിക്കാൻ ഇത് പൊതിയുകയാണ്. കാരണം ഇത് പുറത്തിറങ്ങി മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനം സ്വതന്ത്രമാകും. അപ്പോ ഇത് വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കുക. അന്ന് ഇതിന് ടൈറ്റിൽ എഴുതിയത്, അന്ന് ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഫോർവേഡ് എഴുതിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പാസ്റ്റർ ബാബു ചെറിയാനാണ്. അന്ന് എഴുതിയത്. അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം, ഈ പുസ്തകം ഒരു സാധാരണ ഉഴപ്പന്മാർക്കുള്ളതല്ല, യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം സീരിയസ് ആയിട്ട് കണ്ട് അതിൽ വളരാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള പുസ്തകമാണ് എന്നുള്ളതാണ് അദ്ദേഹം അന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ പുസ്തകത്തിന്റെ 2ാം പാർട്ട് ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്, ആത്മാവിന്റെ നിയമമാണ്. അപ്പോ ഇത് നാം മനസ്സിലാക്കുക. ക്രിസ്തു ഉപയോഗിച്ചിരുന്ന ആത്മാവിന്റെ നിയമം നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതം ധന്യമാകാനിടയാകും. കാരണം പിന്നെ നമ്മൾ നയിക്കുന്നത് അക്ഷരമല്ല, പിന്നെ നമ്മളെ നയിക്കുന്നത് ആത്മാവാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിലെ, ഈ പഴയ ഉടമ്പടി പുസ്തകത്തിലെ ഇതില് നമ്മുടെ ബൈബിള് 2 ഭാഗമാണ് അല്ലെ, പഴയതും പുതിയതും. പഴയ ഉടമ്പടി പുസ്തകത്തിലെ എല്ലാ പ്രവചനങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു അല്ലേ. പ്രവാചകന്മാരും അപ്പോൾ തന്നെ ന്യായപ്രമാണം എല്ലാം നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. എന്നാൽ ക്രിസ്തു വന്ന് ആരിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചില്ല. ക്രിസ്തു വന്ന് നമ്മളെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു, സ്വർഗസ്ഥ പിതാവിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അതാണ് ഇവിടെ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗസ്ഥ പിതാവ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളെ അതറിയിക്കുന്നതിൽ പിശാച് നമ്മളെ തടഞ്ഞത് കൊണ്ട് ആ ക്രിസ്തുവിലൂടെ പിതാവിൽ എത്തുന്നതിനെ കുറിച്ച് നമ്മുടെ സുവിശേഷത്തിൽ കേൾക്കാറില്ല. പകരം പഴയ ഉടമ്പടി നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു, പക്ഷെ ക്രിസ്തു നമ്മളെ പിതാവിലേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യം യേശു പറഞ്ഞു, വഴി സത്യം ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. പഴയ ഉടമ്പടി മുഴുവൻ നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞത് ക്രിസ്തു എന്ന രക്ഷകൻ വരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ രക്ഷകൻ വന്ന് എന്താ പറഞ്ഞെന്നുള്ളത് നമ്മൾ മിണ്ടുന്നില്ല. രക്ഷകൻ വന്ന് പറഞ്ഞത് എല്ലാം സ്വർഗരാജ്യത്തെക്കുറിച്ചും പിതാവിന്റെ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിലെ നമ്മുടെ പൗരത്വത്തെക്കുറിച്ചും നമ്മൾ അവിടെ ചെല്ലണമെന്നും നമുക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നുവെന്നും വെറുതെ അല്ല, ജീവൻ തന്ന് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ വേണ്ടി നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ഒക്കെയാ പറഞ്ഞ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വെച്ച് പാതി വഴിക്ക് നിന്നു പോകരുത്. പഴയ ഉടമ്പടി മുഴുവൻ നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു, എന്നാൽ പുതിയ ഉടമ്പടിയിലെ ക്രിസ്തു നമ്മളെ സ്വർഗസ്ഥ പിതാവിലേക്ക് നയിക്കുന്നു. അപ്പോ പലരും പറയുന്ന ഒരു കാര്യം ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ്. യഹൂദന്മാർക്ക് മാത്രമല്ല, നമുക്കും ഇത് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇതാ യോഹന്നാൻ 14:6 യേശു ക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാവുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഗോള്. മനസ്സിലാവുന്നുണ്ടോ? ഇനി എഫേസ്യ ലേഖനം എഴുതുമ്പോ, എഫേസ്യ ലേഖനം നിങ്ങൾക്ക് അറിയാമല്ലോ, എഫേസ്യ എന്നൊരു ജാതീയ സഭയാണ്. ആ സഭയിൽ എഴുതുമ്പോ അതിന്റെ 2:19 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ക്രിസ്തു മുഖാന്തരം നമുക്ക് ഏക ആത്മാവിൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ യഹൂദന്മാർക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്, നമുക്കും പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അറിവില്ലാത്ത വാചകങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സത്യത്തെ നമ്മൾ വ്യാജമാക്കി മാറ്റുന്നത്, തകർത്ത് തളർത്തി അനേകരെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാക്കി മാറ്റുന്നതെന്ന് ഓർപ്പിക്കുകയാണ്. പഴയ ഉടമ്പടിയിലെ എല്ലാ വചനങ്ങളും നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തുന്നു. ക്രിസ്തു വന്നിട്ട് നമ്മളെ സ്വർഗസ്ഥ പിതാവിലേക്ക് ദൈവരാജ്യത്തിലേക്ക് നടത്തുന്നു. ആ ദൈവ കുടുംബമായി നമ്മൾ തീരുവാൻ വേണ്ടി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അപ്പോ പുതിയ സൃഷ്ടിയുടെ നിയമമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. അപ്പോ ലോ ഓഫ് ദ സ്പിരിറ്റ് പുതിയ സൃഷ്ടിയുടെ നിയമമാണ്. അതുകൊണ്ട് ആ പുതിയ സൃഷ്ടിയിലാണ് ഇനി നമ്മൾ ജീവിക്കേണ്ടത്. പഴയതെല്ലാം കഴിഞ്ഞു പോയി. 2 കൊരിന്ത്യർ 5:17 നമ്മൾ നേരത്തെ വായിച്ച ആ കാര്യമാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം ഈ പഴയ ക്രിയേഷനൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞു, ഒബ്സലീറ്റ് ആണ്. ഹല്ലേലൂയ. അത് ഇതാ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തിൽ കാണുന്നത് മറഞ്ഞു പോകുന്ന ആവിയുമാണ്. ഇത് ദൈവം നിലനിർത്താൻ പോകുന്നത് ഈ പുതിയ പ്രൊജക്റ്റാണ്, ക്രിസ്തുവിലുള്ള ഈ പുതിയ പ്രൊജക്റ്റ്. ആദ്യത്തിലുള്ളതിനെ ദൈവം അതിനെ പഴയതാക്കിയിരിക്കുകയാണ്. പഴയതായിരിക്കുന്നതല്ല, ജീർണിച്ചിരിക്കുക, അത് അടുത്ത് തന്നെ അത് കഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും
ദൈവം തന്നെ കാരണഭൂതൻ. ദൈവം നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. അപ്പൊ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചാട്ട് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. അപ്പൊ ക്രിസ്തു മൂലം, അതായത് പുതിയ സൃഷ്ടിയിൽ നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു. തുടർന്ന് എഴുതിയിരിക്കുകയാണ്, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ, അതായത് നമ്മുടെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ ലംഘനങ്ങളെ കണക്കിടാത്ത എന്തുകൊണ്ടാ? ഇതാണ് ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ നിയമം. അതിന്റെ ഒരു പ്രത്യേകതയാണ്. ക്രിസ്തു ഈ പാപങ്ങളെല്ലാം ക്രിസ്തു ഏറ്റെടുത്തു. അങ്ങനെ ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, സ്വർഗസ്ഥ പിതാവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ക്രിസ്തു ഇതെല്ലാം ഏറ്റെടുത്തു. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാ ക്രിസ്തുവോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ക്രിസ്തു അത് അനുസരിച്ചു. അതുമൂലം നമ്മൾ സ്വതന്ത്രമായി. ഇതുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുന്നത്, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുമെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ഞങ്ങൾ ദൈവ മുഖാന്തരം അപേക്ഷിക്കുന്നത് പ്രബോധിപ്പിക്കുന്നത് പോലെയാണ്. അപ്പൊ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുക, ദൈവവുമായിട്ട് ഒന്നായി തീരുക. മനസ്സിലായോ? ദൈവവുമായിട്ട് ഒന്നായി തീരുവാൻ ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാണ്. അപ്പൊ ഏതൊരു ദൈവം അയച്ച ദൈവദാസനും ആ ദൈവദാസന്റെ കയ്യിലുള്ള ശുശ്രൂഷയാണ് നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. നിരപ്പിന്റെ വചനം എല്ലാ ദൈവദാസന്മാരുടെ കയ്യിൽ ഉണ്ടാകണം. ഈ നിരപ്പിന്റെ വചനമില്ലാതെ നമ്മൾ ഒരിടത്ത് വന്നിട്ട് യേശു നിന്നെ രക്ഷിച്ചു എന്ന് ഒരു പക്ഷെ പറയും, നല്ല കാര്യമാണ്. പക്ഷെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാ? ഈ നിരപ്പ് സംഭവിക്കാൻ വേണ്ടിയാണ്. ഈ നിരപ്പ് ആരാരുമായിട്ട്? നമ്മൾ സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ നിരക്കണം. അപ്പൊ സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുവിശേഷമാണ് എങ്കിൽ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഇല്ലാതെയായി തീരും. അപ്പോൾ എഴുതിയിരിക്കുകയാണ്, ദൈവം ലോകത്തിന്റെ ലംഘനത്തെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് ധരിപ്പിച്ചു പോകുന്നു. അപ്പൊ ദൈവം ക്രിസ്തു ഉപയോഗിച്ച് എന്ത് ചെയ്തു? ലോകത്തെ തന്നോട് ധരിപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? രണ്ട് മെറ്റൽ പീസുകൾ തമ്മിൽ ഒരു വെൽഡിംഗ് മെഷീൻ കൊണ്ട് ഒന്നാക്കുന്നത് പോലെ സ്വർഗസ്ഥ പിതാവിനോട് ക്രിസ്തു മുഖാന്തരം നമ്മളെ ഒന്നാക്കി നിരപ്പിന്റെ ശുശ്രൂഷ തന്നു. അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരുടെയും കയ്യിൽ നിരപ്പിന്റെ ശുശ്രൂഷ വേണം. രക്ഷിച്ചു, കർത്താവ് രക്ഷിച്ചു എന്ന് മാത്രം പറയാൽ എന്തിനാ രക്ഷിച്ചേ? സ്വർഗസ്ഥ പിതാവുമായി നിന്നെ ഒന്നാക്കാനാണ്, ഒരു കുടുംബമാക്കാനാണ്. ഇതാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ഇത് എല്ലാ ദൈവദാസന്മാരുടെയും കയ്യിൽ വേണം. അപ്പോ ഈ നിരപ്പിക്കുന്നത് എങ്ങനെയാണ്? പുതിയ സൃഷ്ടിയിലാണ്. ഈ കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അപ്പോ ഈ ക്രിസ്തുവിലുണ്ടായ, ഞാൻ ഒരല്പം സ്പീഡിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ ചിന്തിക്കുന്നു. മനസ്സിലാകാത്തവര് വീണ്ടും കേൾക്കുക. കാരണം ഇത് ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇല്ലാത്തൊരു സാധനമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന തലവും സിലബസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ദൈവരാജ്യം എന്ന സംഭവം സിലബസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ ദൈവരാജ്യത്തിലെ പൗരനായ പുതിയ സൃഷ്ടി ഉപയോഗിക്കേണ്ട നിയമവും ഒക്കെയാണ് ഇവിടെ ഈ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങളത് പ്രാർത്ഥനയോടെ വീണ്ടും ഇത് കേൾക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. ഇനി ഈ യേശുക്രിസ്തുവിൽ പ്രവർത്തിച്ച ഈ ആത്മാവിന്റെ നിയമം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി പ്രവർത്തിക്കേണ്ടത്. യേശു എവിടെയും അത് ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത്. താങ്ക് യു. യേശു എവിടെയും അത് ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മളും എല്ലാവരും അത് ഉപയോഗിച്ച് പ്രവർത്തിക്കാനായിട്ട് പരിശീലിക്കണം. നമുക്ക് അങ്ങനെ ശീലമില്ല. നമ്മളെല്ലാം സ്വയത്തിലാണ് പ്രവർത്തിച്ചത്. മാക്സിമം നമ്മൾ ഭക്തന്മാർ എന്ത് ചെയ്യും? വിശുദ്ധ ബൈബിളിലെ അക്ഷരങ്ങൾ എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. നല്ല കാര്യമാണ്. എന്നാൽ ഇനി നമുക്ക് ചോയ്സ് ഉണ്ട് ആത്മാവിൽ പ്രവർത്തിക്കാൻ. ഈ അക്ഷരം എഴുതിയ ദൈവത്തിന്റെ ആത്മാവ് ഡയറക്റ്റ് ആയിട്ട് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറയാം. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കഴിഞ്ഞ 32-33 വർഷമായിട്ട് ഗൾഫിലാണ്. ഇടയ്ക്ക് നാട്ടില്, ഇടയ്ക്ക് ഗൾഫില്. അപ്പോ ആദ്യകാലങ്ങളിലൊക്കെ 1 വർഷം 2 വർഷം കൂടുമ്പോഴൊക്കെ വരുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുക, എന്റെ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ മകൻ നാട്ടിലാണ്. എന്റെ മകൻ നാട്ടിലായിരിക്കുന്ന എന്റെ മകനെ എനിക്ക് ഗൾഫിൽ നിന്ന് നിയന്ത്രിക്കണം. അപ്പൊ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ലെറ്റർ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇപ്പോഴാണ് ലെറ്ററൊക്കെ മാറി ഇമെയിലായി. ഇപ്പൊ ഇമെയിലും ഇതിനെളുപ്പം വാട്സപ്പായി. അപ്പോ പ്രിയ സഹോദരങ്ങളെ,
അപ്പൊ ഞാൻ ഒരു മോന് ലെറ്റർ എഴുതുകയാണ്. പ്രിയപ്പെട്ട മകൻ അറിയുവാൻ നീ ഇന്ന കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യണം. രാവിലെ നിയമം 1, രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. എഴുന്നേറ്റ ഉടനെ കിടക്കൽ പ്രാർത്ഥിക്കണം. തുടർന്ന് 2 പ്രഭാത കർമ്മങ്ങൾ നടത്തണം. 3 നിനക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ, കാര്യങ്ങൾ, അന്നുള്ള പാഠങ്ങൾ അന്നന്ന് പഠിച്ച് റെഡി ആയിട്ട് വേണം പോകാനായിട്ട്, സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഞാനിങ്ങനെ നിയമം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പല പല നിയമങ്ങൾ, അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോ മകൻ എന്ത് ചെയ്തു? മകൻ ഞാൻ എഴുതിയ ലെറ്റർ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതേപോലെയാണ് ന്യായപ്രമാണം. സ്വർഗത്തിലെ ദൈവം പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ തന്റെ അടുക്കലല്ലാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുത്ത അവരെ ഏറ്റവും നല്ല രീതിയിൽ പാപത്തിൽ വീഴാതെ, കുഴികളിൽ വീഴാതെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ആണ് ന്യായപ്രമാണം. ഓക്കെ. എന്നാൽ ആത്മാവിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ ദുബായിൽ നിന്ന് മകനായിരിക്കുന്നു കൊച്ചിയിൽ വന്ന് മകന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ മകന്റെ കൂടെ ഞാൻ താമസിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഇനി എന്റെ മകൻ ഞാൻ എഴുതിയ ലെറ്റർ നോക്കി എന്റെ മകൻ ഇനി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനേക്കാളും ഭേദമല്ലേ കൂടെയുള്ള എന്നെ കേട്ട് പ്രവർത്തിക്കുന്നേ, ഈ ലെറ്റർ എഴുതിയ എന്നെ കേട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ മകൻ എനിക്ക് കാണാം, മകൻ എന്റെ കൂടെ ഉണ്ട്. മകൻ ചെയ്യുന്ന പ്രവൃത്തിയും ചെയ്യേണ്ട പ്രവൃത്തിയും ഒക്കെ ഞാൻ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട പ്രവൃത്തി മകനോട് ഇന്നത് ചെയ്യുന്ന ഇൻസ്ട്രക്ട് ചെയ്യുകയും ചെയ്യും. അത് ഞാൻ എഴുതി കൊടുക്കുകയല്ല, ഞാൻ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിനെയാണ് ഈ ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത്. മനസ്സിലായോ? എഴുതി കൊടുത്ത് എഴുത്തു നോക്കി. അപ്പം കൂടെയില്ല, അപ്പം ദുബായിലാണ്. മകൻ കൊച്ചിയിൽ, കേരളത്തിൽ ഇത് നോക്കി ചെയ്യുകയാണ്. എന്നാൽ ദുബായിൽ നിന്ന് അപ്പൻ മകന്റെ കൂടെ കൊച്ചിയിൽ വന്ന് ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് മകൻ ഈ ലെറ്റർ നോക്കി ചെയ്യേണ്ട, ഈ അപ്പൻ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. പിടുത്തം കിട്ടിയോ? ലെറ്റർ അനുസരിച്ച് ചെയ്യാൻ നേരത്ത് മകന് അപ്പന്റെ വേറെ സഹായമൊന്നും കിട്ടത്തില്ല. പക്ഷെ അപ്പനെ കേട്ട് ചെയ്യുന്ന സമയത്ത് അപ്പന്റെ സഹായം കൂടെ കിട്ടും. ആ പറയുന്നത് ചെയ്തെടുക്കാനുള്ള ശക്തിയും കൂടെ കിട്ടും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പൊ ഇങ്ങനൊരു പ്രമാണം നമുക്ക് ഓൾറെഡി ദൈവത്തിന്റെ വചനം വാഗ്ദത്തം ചെയ്തിട്ടുള്ള പഴയ ഉടമ്പടി പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നിന്നോട് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു, എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി. ഇതാണ് ത്രിയേക പ്രവർത്തനം. എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി നിന്നെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇതാണ് ത്രിയേക പ്രവർത്തനം, അല്ലെങ്കിൽ ലോ ഓഫ് ദ സ്പിരിറ്റ്. അപ്പോ ഇത് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇത് പഴയ ഉടമ്പടിയിൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ദൈവികമായ നിയമമാണ്. ഓ ലോർഡ്, ഐ ലവ് യു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 27-ാം വാക്യം. അപ്പോ നമ്മൾ ഈ ലോ ഓഫ് ദ സ്പിരിറ്റിലേക്ക്, അല്ലെങ്കിൽ ത്രിയേക പ്രവർത്തനത്തിലേക്ക്, ദൈവം തന്റെ ആത്മാവിലൂടെ ദൈവപുത്രന്മാരിൽ പ്രവർത്തിക്കും. പിതാവ് പുത്രനിൽ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കും. പിതാവ് പുത്ര ഏകീകൃത പ്രവർത്തനം ദൈവപുത്രന്മാരിൽ ഉണ്ടാകും എന്നുള്ള ആ വാഗ്ദത്തം പഴയ ഉടമ്പടിയിലേ ഉണ്ട്. അപ്പോ എസെക്കിയേൽ 36-27 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. ഇതാണ് ക്രിസ്തുവിന്റെ ത്രിയേക പ്രവർത്തനം. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. പിടുത്തം കിട്ടിയ? ഇത് വളരെ 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 എളുപ്പമാണ് സഹോദരങ്ങളെ. ഈ സിസ്റ്റത്തിലേക്ക് നാം വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ത്രിയേക പ്രവർത്തനത്തിലേക്ക് നാം വരണം. ശ്രദ്ധിച്ചേ, ഇവിടെയൊക്കെ ഈ പഴയ ഉടമ്പടിയിലൊക്കെ നാം ഈ ന്യായപ്രമാണം വായിച്ചിട്ട് ഇവിടെ നാം അനുസരിക്കാൻ ശ്രമിക്കുകയാണ്.
മനസ്സിലായോ? നാം നമ്മുടെ ശക്തി കൊണ്ട് അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ത്രിയേക പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ലോ ഓഫ് ദ സ്പിരിറ്റിൽ നാം നമ്മുടെ ശക്തി കൊണ്ട് അനുസരിക്കുകയല്ല, നാം ദൈവത്തിന്റെ ശക്തിയും നമ്മളുടെ സമ്മതവും കൊണ്ട് അനുസരിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. ദൈവത്തിന്റെ ശക്തി, നമ്മൾക്ക് ദൈവത്തെ അനുസരിക്കുവാനുള്ള ആ സമ്മതം, ഇതുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ശ്രദ്ധിച്ചേ, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. പ്രവചനമാണ്, ആത്മാവിന്റെ നിയമത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇതാണ് ക്രിസ്തുവിൽ വർക്ക് ചെയ്തിരുന്നത്. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ബലപ്പെടുത്തോ, റെഡിയാക്കി എടുക്കും. നിങ്ങൾ അത് അനുസരിക്കാൻ തക്കോണം ഞാൻ റെഡിയാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പോ ഈ ലോ ഓഫ് ദ സ്പിരിറ്റ് അല്ലെങ്കിൽ ത്രിയേക പ്രവർത്തനം ഓൾറെഡി പഴയ ഉടമ്പടിയിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുമാറാക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളിൽ നടക്കാൻ തുടങ്ങും. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. പക്ഷെ ശിഷ്യന്മാര് പറയുന്നത് പിതാവിനെ കാണിച്ചതാണ്. അപ്പൊ യേശുക്രിസ്തു പറയുന്നു, ഇതാ നോക്കിയേ, എന്നെ കണ്ടാൽ നിനക്ക് പിതാവിനെ കാണാം. പിതാവ് ആത്മാവാ, പിതാവിനെ ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ കണ്ടാൽ നിനക്ക് പിതാവിനെ കാണാം. കാരണം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് പിതാവാണ്. എങ്ങനെ? സ്വർഗത്തിലെ പിതാവിന്റെ ആത്മാവ് എന്റെ ഉള്ളിലുണ്ട്. ആ എന്റെ ഉള്ളിലൂടെ ആ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആരുടെ ചിന്തയാണ്? പിതാവിന്റെ ചിന്തയാണ്. നിനക്ക് എന്നിലൂടെ പിതാവിനെ കാണാം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ ഒന്നില്ലെങ്കിൽ എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവർത്തികൾ നിമിത്തം വിശ്വസിപ്പിൻ. ഇത് ആരുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? പിതാവിന്റെ പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോ ഈ ത്രിയേക പ്രവൃത്തി ക്രിസ്തുവിലുണ്ട്. ആ ക്രിസ്തുവിലുള്ള ത്രിയേക പ്രവൃത്തി ഇത് ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായി ജനിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും അതിലേക്ക് അത് തിരിച്ചറിഞ്ഞിട്ട്, ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് വരാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ ഈ സത്യം നമ്മൾ അറിയണം. ഈ സത്യം നമ്മൾ അറിയാതിരിക്കാൻ തക്കോണം നമ്മുടെ ബൈബിളിന്റെ സിലബസിൽ ദൈവരാജ്യ സുവിശേഷം ഇല്ല, ലോ ഓഫ് ദ സ്പിരിറ്റ് ഇല്ല, ലോ ഓഫ് ദ സ്പിരിറ്റ് അനുസരിക്കേണ്ട പുതിയ സൃഷ്ടിയില്ല. അപ്പൊ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയി. പഴയ ഉടമ്പടി ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തു ചൂണ്ടിക്കാണിച്ചതിനെ ഇത് ചൂണ്ടിക്കാണിക്കാൻ ആളുകളെ കാണാനില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത് ദൈവരാജ്യത്തെയും തന്റെ പിതാവായ തന്റെ ദൈവത്തെയുമാണ് ചൂണ്ടിക്കാണിച്ചത്. ആ കുടുംബത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന സുവിശേഷമാണ് ക്രിസ്തു അറിയിച്ചത്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അപ്പൊ നമുക്ക് ഇതുമായിട്ട്, അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ നിവർത്തീകരണമാണ് യോഹന്നാൻ 14:10 യേശുക്രിസ്തു പറയുന്നത്. ഓ ലോർഡ്, ഐ ലവ് യു. ജോൺ ചാപ്റ്റർ, ഇതിന്റെ നിവർത്തീകരണം ഇതാ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്, പിതാവ് സ്വർഗം വിട്ട് യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ വന്നെന്നാണോ പറയുന്നത്? അല്ല, ഇതാണ് ആ ഉടമ്പടി രഹസ്യം. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവത്തിന്റെ ചിന്തകൾ നമുക്ക് തരികയും നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം തന്നെ നമ്മളിലൂടെ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മളെ യഥാർത്ഥത്തിൽ ഈ ആത്മീയ കാഴ്ചപ്പാടിൽ കാണുന്നവർക്ക് നമ്മളിൽ പിതാവിനെ കാണാൻ പറ്റും. അല്ലാത്തവർക്ക് നമ്മുടെ ജഡം മാത്രമേ കാണാൻ പറ്റൂ, നമ്മളെ തന്നെ കാണാൻ പറ്റും. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ഇതാ നമ്മളിൽ ഈ ക്രിസ്തു സ്വർഗത്തിലെ ദൈവം വസിക്കുന്ന, ദൈവവുമായി ഒന്നായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളിലൂടെ ലോകം കാണേണ്ട രീതിയിൽ കണ്ടാൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തുവെ കാണാൻ കഴിയും. ക്രിസ്തുവിൽ പിതാവിനെ കാണാൻ കഴിയുമെന്ന് ക്രിസ്തു അവകാശപ്പെട്ടതുപോലെ. ക്രിസ്തു അവകാശപ്പെട്ട സത്യമാണ്, പക്ഷേ ശിഷ്യന്മാർക്ക് കാണാൻ കഴിഞ്ഞില്ലെന്നുള്ളൂ. ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ പൗലോസ് പറയാണ് ഗലാത്യർ 2:20,
ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പക്ഷെ ചുറ്റുമുള്ള ആരെങ്കിലും സമ്മതിക്കുമോ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പൗലോസിന്? പക്ഷെ പൗലോസിനെ അതേപോലെ കാണുന്ന വ്യക്തികൾക്ക്, ഈ ആത്മീയ കാഴ്ചപ്പാടിൽ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകും ഈ വ്യക്തിയിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോ ഈ ആത്മാവിന്റെ നിയമത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജഡത്തിലൂടെ ഭൂമിയിൽ വെളിപ്പെടും. അതിന്റെ പേരാണ് ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. ഇത് ക്രിസ്തുവിൽ ഉണ്ടായ ഒരു ഫെസിലിറ്റിയാണ്. ഈ ക്രിസ്തുവെ പോലെ നാമുമായി തീരുമ്പോൾ നമ്മിലൂടെയും ലോകം ക്രിസ്തുവെ കാണുവാനും ക്രിസ്തുവിലുള്ള ദൈവത്തെ കാണുവാനും ഒക്കെ ഇടയാകും. അപ്പോ ഇത് നാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. അപ്പൊ പഴയ ഉടമ്പടിയിലെ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ 3 16 വാക്യത്തിൽ ഈ കാര്യം പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? പഴയ ഉടമ്പടി പറഞ്ഞെന്തുവാ? ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇതാ 1 കൊരിന്ത്യർ 3:16 പറയാ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ്, ഇതാ ദൈവം പറഞ്ഞ്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പൊ ദൈവം തന്റെ ആത്മാവിലൂടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, തന്റെ കാര്യങ്ങളെ അറിയിക്കും. ഇതാണ് ആത്മാവിന്റെ നിയമം. ദൈവപുത്രന്മാരെ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ദൈവപുത്രന്മാർ അതനുസരിച്ച് ദൈവത്തിന് ക്രിസ്തുവിൽ, ദൈവത്തിന് ഭൂമിയിൽ ശരീരമായി തീരും. ആരെ പോലെ? ക്രിസ്തുവെ പോലെ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ഈ ആത്മാവിൽ ക്രിസ്തുവിൽ വസിച്ചതുപോലെ ക്രിസ്തുവിലൂടെയുള്ള എല്ലാ ദൈവമക്കളിലും ക്രിസ്തുവിന്റെ അവയവം എന്നതുപോലെ ഇതേ വർക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കും. ഇത് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ റിസൾട്ട് ഉണ്ടാകും. അങ്ങനെ ഇതേ ദൈവാത്മാവിനാൽ നമ്മളും ചലിക്കാൻ തുടങ്ങിയാൽ ദൈവം നമുക്ക് മാർക്കിടും, ദൈവത്തിന്റെ മകൻ. ഇതാണ് റോമ 8:14 പറയുന്നത്, ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ഇത് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയണം. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഈ ഒരു തിരിച്ചറിവ് വേണം. അപ്പോ ഈ ദൈവാത്മാവ് നയിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ത്രിയേക പ്രവർത്തന. സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിൽ ദൈവപുത്രന്മാരിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ ഒരു പ്രവർത്തനം യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പ്രവർത്തനമാണ്. അപ്പോ ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ എല്ലാ മേഖലകളും യേശു ക്രിസ്തു സംസാരിച്ചത് ഇതാ ഈ ദൈവാത്മാവിലാണ്. അപ്പോസ്തലപ്രവൃത്തി 1:1 പറയുന്നു, താൻ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാർക്ക് ആത്മാവിൽ കൽപ്പന കൊടുത്തിട്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം തന്നോട് സംസാരിച്ചു. എങ്ങനെ? ദൈവത്തിന്റെ ആത്മാവിലൂടെ. അതേ ആത്മാവിലൂടെ ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിന്റെ ആത്മാവ് അറിഞ്ഞു. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ വായിച്ചു, ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവ് അല്ലാതെ ആരും അറിയുന്നില്ല. ആ ദൈവത്തിന്റെ ആത്മാവിന് ദൈവം കൊടുത്തത്, ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന് കൊടുക്കുന്നു. ക്രിസ്തു അതേ ആത്മാവിന്റെ ശക്തിയാൽ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇതാണ് ത്രിയേക പ്രവർത്തനം. ഇത് തിരിച്ചറിഞ്ഞിട്ട് നാം പ്രവർത്തിച്ചാൽ നമ്മൾ നല്ലതായിരിക്കും. ഇത് ബൈബിളിലെ സത്യമാണ്. ഇത് നമ്മളുടെ കാരണവന്മാര് അറിയാതെ ഈ കാര്യങ്ങളൊക്കെ സമന്വയിക്കാൻ വേണ്ടി ഈ സംഭവം കൊണ്ടുപോയി പിതാവിന് കൊടുത്തിട്ട് ഒരു ത്രിയേക ദൈവത്തെ സ്റ്റേറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ അതൊരു അപകടമായിപ്പോയി. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനുണ്ടായ ഒരു പ്രവർത്തനമായിരുന്നു അത്. അങ്ങനെ ഒന്ന് സ്റ്റേറ്റ് ചെയ്തതുകൊണ്ട് പലതും വെളിപ്പെടുത്തുവാൻ കഴിയാതെ, അത് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നാൽ ഇത് ക്രിസ്തുവിലുള്ള ഒരു പ്രവർത്തനമാണ്. ഈ ക്രിസ്തുവിലുള്ള പ്രവർത്തനം, പിതാവ് ഏകമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. ക്രിസ്തു ത്രിയേകമായി പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിലുള്ളവരിലൂടെ ഒക്കെ ത്രിയേകമായാണ് പ്രവർത്തിക്കുന്നത്. ഇതാ അപ്പോസ്തലപ്രവൃത്തി 1:1. ആ ലോ ഓഫ് ദ സ്പിരിറ്റിലൂടെ യേശു ക്രിസ്തു ഇതാ സ്വർഗത്തിലെ ദൈവത്തിന് ഇതാണ് വെളിപ്പെടുന്ന നമുക്ക് കാണാം. തെയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് കണ്ടോ. അപ്പൊ എങ്ങനെയാ കൽപ്പന കൊടുത്തേ? ആത്മാവിനാല. പരിശുദ്ധാത്മാവിന്. ആരെ ഈ പരിശുദ്ധാത്മാവ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കൽപ്പന കൊടുത്തു. ഇതാണ് ദൈവത്തിന് വചനം പറഞ്ഞു, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഈ ആത്മാവിലൂടെയാണ് എല്ലാം അറിയിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് യേശു ക്രിസ്തു സംസാരിച്ചത്.
ഇനി യേശുക്രിസ്തു ശുശ്രൂഷിച്ചതോ ഇതേ പരിശുദ്ധാത്മാവിൽ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ച് പറയുകയാണ് ദൈവാത്മാവിനാലാണ്. അപ്പൊ ദൈവം ക്രിസ്തുവിൽ വസിച്ച് തന്റെ ആത്മാവിലൂടെ ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നു. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവം ഭൂമിയിൽ ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്നത് കാണാം. പക്ഷെ ശിശുമാർക്ക് കാണാൻ പറ്റിയില്ല. ശിശുമാർ വീണ്ടും ചോദിച്ചു, അങ്ങ് പിതാവിനെ കാണിച്ചു തരാൻ. ഹല്ലേലൂയ. അപ്പൊ യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:18 പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മാറിലിരിക്കുന്ന പുത്രനെ ആ ദൈവത്തെ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുക ചെയ്യുന്നത്. വെളിപ്പെടുത്തുക, ഹല്ലേലൂയ, മാനിഫെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇത് ഇവിടെ പറയാണ് ദൈവാത്മാവിനാൽ, മത്തായി 12:28, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താകുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് സ്പഷ്ടം. അപ്പൊ ഇതെല്ലാം ത്രിയേക പ്രവർത്തനമാണ്. ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ദൈവാത്മാവിനാൽ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇനി സ്വയമായി പ്രവർത്തിക്കേണ്ടവരല്ല നമ്മൾ, ദൈവാത്മാവിനെ പ്രവർത്തിക്കുന്നവരാണ്. സ്വയമേ പ്രവർത്തിക്കുന്നവർ ഈ താഴെ ഭൂമിയിലുള്ള മനുഷ്യ കുടുംബമാണ്, വീണുപോയ കുടുംബമാണ്. പിശാചി വീണുപോയി, ഇതാ ആ ദൂതം വീണുപോയി, അവൻ നമ്മളെയും പോയി വീഴിച്ചു, സ്വയത്തിലേക്ക് വീഴിച്ചു. എന്നാൽ സ്വർഗസ്ഥ പിതാവ് മാത്രമാണ് സ്വയത്തിൽ പ്രവർത്തിക്കുന്നത്. ക്രിസ്തു യേശു ഒന്നും സ്വയമേ പ്രവർത്തിക്കുന്നില്ല. എല്ലാം ആമേൻ ആമേൻ സത്യം ചെയ്ത യേശു പറയുന്നത്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ പിതാവ് ചെയ്ത് കാണുന്നല്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ പിതാവിൽ നിന്ന് ക്രിസ്തു ആരംഭിക്കുന്നു തന്റെ ആത്മാവിലൂടെ. ഹല്ലേലൂയ. ഇനി യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഇതാ യേശു ക്രിസ്തു മരിക്കുന്ന രംഗം. ആ മരിക്കുന്ന സമയത്തും എല്ലാ സമയത്തും പിതാവ് തന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ്? തന്റെ ആത്മാവിനാലാണ് പിതാവ് യേശു ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ മരണസമയത്തും ഇതാ താൻ പ്രസംഗിച്ച സമയത്ത് ആത്മാവിനാലാണ് പ്രസംഗിച്ചത്, താൻ ഭൂതങ്ങളെ പുറത്താക്കിയതും ദൈവാത്മാവിനാലാണ്. മരണസമയത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു അതും ദൈവാത്മാവിനാലാണ്. ഹെബ്രായർ 9:14 പറയുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോ താൻ മരണം അനുഭവിച്ചതും നിത്യാത്മാവിനാലാണ്. ഏതും ഈ ലോ ഓഫ് ദ സ്പിരിറ്റിലൂടെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ ലോ ഓഫ് ദ സ്പിരിറ്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ക്രിസ്തുവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ ആ ലോ ഓഫ് ദ സ്പിരിറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഇത് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ ഒരു സിസ്റ്റം നമ്മളെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. ഈ ഒരു സിസ്റ്റം നമ്മളെ ശക്തിപ്പെടുത്തി നമ്മളെ എല്ലാത്തിനും കഴിവുള്ളവരാക്കി തീർക്കുന്ന ഒരു സിസ്റ്റമാണ്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു അനുഗ്രഹമായി തീരുവാനായിട്ടിടയാകും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ ക്രിസ്തയേശുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എന്നെ നടത്തുന്ന ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ ഒരു സിസ്റ്റം, ക്രിസ്തുവിലുള്ള സിസ്റ്റം നമ്മളിൽ വർക്ക് ചെയ്താൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എല്ലാ മേഖലയിലും. ഇതാണ് മറ്റൊരു വചനം പറയുന്നത്, ഇതാ എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്ന വ്യക്തിയാണ്. സകലത്തിലും മതിയാവുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഓ ഫാദർ വി താങ്ക് യു. യഥാർത്ഥത്തില് അത് ആ വചനം പറയുന്നത് ക്രിസ്തു യേശുവിലാണ് നമുക്ക് ആ ശക്തീകരണം ലഭ്യമാകുന്നത്. ഓ ലോർഡ്, ഐ ലവ് യു. നിങ്ങൾ ആ വചനം എടുക്കുമ്പോൾ ഇതൊക്കെ കുറേം കൂടി വ്യക്തമായിട്ട് താങ്ക് യു അപ്പ. മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാകത്തില്ല. മലയാളത്തിൽ ഫിലിപ്പിയ ലേഖനം 4:13 കേട്ടോ. എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പക്ഷെ അതിന്റെ ആ ബ്യൂട്ടി, ആ ക്ലാരിറ്റി അവിടെ ഇല്ല. ഞാനത് ASV അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ KJV വായിക്കാം. അവരെഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? KJV ആണ്. I can do all things through Christ which strengtheneth me. I can do all things through Christ. അതായത് ക്രിസ്തുവിലൂടെ, മറ്റൊരു പറഞ്ഞാൽ ക്രിസ്തുവിൽ, അതായത് ക്രിസ്തുവിൽ വർക്ക് ചെയ്യുന്ന നിയമമാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ആ സിസ്റ്റത്തില് ഐ ക്യാൻ ഡു ഓൾ തിങ്സ്, അത് എന്നെ ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മലയാളത്തിൽ ആ ക്ലാരിറ്റി കിട്ടത്തില്ല. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു എന്നുള്ളതാണ്. എന്നാൽ
ക്രൈസ്റ്റ് എന്നുള്ളൊരു പേര് അവിടെ ഇല്ല. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഓർ ഇൻ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തൻസ് മീ. അപ്പൊ ക്രിസ്തുവിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? റോമ 8:2 നമ്മൾ കണ്ടു. ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്നത് ജീവൻ കൊടുക്കുന്ന ആത്മാവിന്റെ നിയമമാണ്, ആത്മാവിന്റെ പ്രമാണമാണ്. അപ്പോ ആ ഒരു പ്രമാണത്തിലേക്ക് വന്നാൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഇതാ പഴയ ഉടമ്പടിയിൽ വേടുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിന്റെ ആത്മാവിന്. ആ പഴയ ഉടമ്പടിയില് ഇതാ ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു, ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. അപ്പൊ അവരൊക്കെ ശക്തിപ്പെടുകയാണ് ആ കാര്യം ചെയ്തെടുക്കാൻ വേണ്ടി. ഇവിടെയും നമ്മുടെ മേൽ വരികയല്ല, ക്രിസ്തുവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ലോ ഓഫ് സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ പുതിയതായി നാം സൃഷ്ടിക്കപ്പെടും. അവിടെ നാം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട് വരാൻ തുടങ്ങും. പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണ്? ഈ താഴെയാണ്, ജഡമനുഷ്യരിലാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന അക്ഷരങ്ങളാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവിന്റെ നിയമം പ്രവർത്തിക്കുന്ന ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യ സുവിശേഷം നമ്മളുടെ സിലബസിൽ പോലും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ദൈവരാജ്യത്തിന്റെ പുതിയ സൃഷ്ടിയെ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ പഴയ സൃഷ്ടിയാണ്, താഴെ ലോകത്തിൽ ഭൂമിയിൽ പഴയ സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിൽ യേശു ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ട പുതിയ സൃഷ്ടിയാണ്. അത് ജനിച്ചത് ദൈവരാജ്യത്തിലാണ്. ഇതുകൊണ്ടാണ് നിക്കോദീമോസിനോട് യേശു ക്രിസ്തു പറയാനായിട്ട് ഇടയായത്, പരീശ പ്രമാണിയോട് പറയാനിടയായത്, ജഡത്താൽ ഭൂമിയിൽ ജനിക്കുന്ന ജനത്തെക്കുറിച്ചല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, വെള്ളത്താലെ ആത്മാവിനെ വേണ്ടി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അമ്മയുടെ വയറ്റിൽ ജനിച്ചപ്പോ താഴെ ഭൂമിയാണ് കണ്ടത്, അത് ജഡമാണ്, ജഡത്തിന് ജനിച്ച ജഡമാണ്. എന്നാൽ ഇവിടെ ദൈവത്തിൽ ജനിച്ചത്, ക്രിസ്തുവിലൂടെ ജനിച്ചത്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. അവിടെ നമ്മൾ ദൈവപുത്രന്മാരാ, ദൈവത്തിന്റെ വംശമാണ്. താഴെ നമ്മൾ മനുഷ്യന്റെ വംശമാണ്. താഴെ ആദത്തിന്റെ വംശം, മുകളിൽ ക്രിസ്തുവിന്റെ വംശം. അപ്പൊ ഈ തിരിച്ചറിഞ്ഞ രണ്ടുപേർക്ക് രണ്ട് നിയമമാണ്. ആദത്തിലുള്ളവർക്കാണ് ന്യായപ്രമാണം, വീട് പോയവർക്ക്. ക്രിസ്തുവിലുള്ളവർക്കാണ് ആത്മാവിന്റെ പ്രമാണം. അതാണ് ദൈവരാജ്യത്തിലുള്ളവർ. ഇതാണ് ലൂക്കോസ് സുവിശേഷം 16:16. ഇത് രണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല, നമ്മളത് പറയുന്നില്ല. നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയണം. സത്യം അറിഞ്ഞാലേ സത്യം നമ്മൾ സ്വതന്ത്രമാകും. സത്യം അറിയാതെ നമ്മൾ പണ്ട് കാലത്ത് എന്തൊരു ഡോക്ടറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ഉപദേശത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? വിശുദ്ധ ബൈബിളാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതിലെ വചനങ്ങൾ. ആ വചനങ്ങൾ നിലകൊള്ളുക. ക്രിസ്തു എന്താണ് പറഞ്ഞത്? അതാ ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്റെ വചനത്തിൽ പണിയുന്നെങ്കിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ വീണുപോകും. മനുഷ്യ ചിന്തന നിലനിർത്താൻ നോക്കേണ്ട, ക്രിസ്തു പറഞ്ഞ വചനം നിലകൊള്ളുക. ഹല്ലേലൂയ. അവിടെയാണ് നമുക്ക് ജീവൻ ലഭ്യമാകാനിടയാണ്. ലൂക്കോസ് സുവിശേഷം 16:16 ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അന്നു മുതൽ ദൈവരാജ്യമാണ് സുവിശേഷമായി അറിയിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ബലാത്കാരനെ അതിൽ കിടക്കാൻ നോക്കുന്നു. അപ്പോൾ എല്ലാവരും ബലാത്കാരനെ അതിൽ കിടക്കാൻ, എവിടെ? ദൈവരാജ്യത്തെ കിടക്കാൻ നോക്കുന്നു അന്നു മുതൽ. പക്ഷെ ഇന്ന് അതില്ലാതെയായതിന്റെ കാര്യം എന്താ? ഇന്ന് ഇല്ലാത്ത കാര്യം ദൈവരാജ്യം പ്രസംഗിക്കുന്നവരെ കാണാനില്ല. ദൈവരാജ്യം പ്രസംഗിച്ച യേശുവിനെ മാത്രം പ്രസംഗിക്കുന്നുള്ളൂ. അപ്പോസ്തലന്മാർ അങ്ങനെയല്ല, ദൈവരാജ്യത്തെ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇതേപോലെ നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച്, യേശുവിനെ കുറിച്ചും അപ്പോസ്തലപ്രവൃത്തി 8 പറയുന്നു, ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. പക്ഷെ അതിന്റെ 12 പറയുന്നു, ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ്. അപ്പോ ദൈവരാജ്യം ഒഴിവാക്കിയിട്ടല്ല. അപ്പോസ്തലപ്രവൃത്തി 20-25 പൗലോസിനെ കുറിച്ച് പറയുന്നു, പൗലോസ് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച പൗലോസ് അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവരാജ്യം കൂടാതെയല്ല. അതിന് 20-25 എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. ആരോടാണ് പ്രസംഗിക്കുന്നത്? ജാതികളോടാണ്. എഫേസ്യ സഭയിലെ മൂപ്പന്മാരോടാണ് ഈ പറയുന്നത്. നമ്മുടെ ആളുകൾ പറയുന്നു, ഇതാ അത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലപ്രവൃത്തി 28 അവസാന വാക്കുകളിൽ പറയുന്നത്, താൻ കൂലിക്കെടുത്ത വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത ദൈവരാജ്യത്തെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ദൈവരാജ്യം അറിയിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു സംഭവം തിരിച്ചറിയണം. ഈ ദൈവരാജ്യത്തിൽ, ദൈവ കുടുംബത്തിൽ, ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ വിളിച്ചിരിക്കുകയാണ്, തന്റെ പുത്രനോട് വിളിച്ചിരിക്കുകയാണ്. അപ്പോ അതില്ലാതെ ചുമ്മാ രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവിടെ ഈ താഴ്ന്ന ലോകത്തിൽ നിന്ന്, പിശാചിനെ പിടിച്ച് രക്ഷിച്ചതിന് വേണ്ടിയാണെന്ന് അറിയാമോ? രക്ഷിച്ചത് തുടക്കമാണെങ്കിൽ, രക്ഷിച്ചത് സ്വർഗസ്ഥ പിതാവോടുകൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ രക്ഷിച്ചെടുത്തത്. ഇതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5:9-10 പറയുന്നത്, ദൈവം നമ്മളെ വിളിച്ചത് കോപത്തിനല്ല, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. അതാണ് ലക്ഷ്യം. ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ നിയമിച്ചത്. അല്ലാണ്ട് രക്ഷിക്കാൻ വേണ്ടിയല്ല, രക്ഷിച്ചിട്ട് സ്വർഗസ്ഥ പിതാവിനോട് കൂടെ താമസിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചേക്കണേ. അപ്പൊ അതൊന്നും പറയാതെ നമ്മൾ തുടക്കം മാത്രം, ആരംഭം മാത്രം എടുത്തിട്ട് അവസാനിപ്പിക്കരുത്.
അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, ഞാൻ ഇത് കാര്യം ക്ലിയർ ആക്കട്ടെ. ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 3 ദിവസത്തെ മീറ്റിംഗിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബേസ് ഇട്ട് തരാൻ പറ്റത്തുള്ളൂ. എന്നാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അത്രേ ഉള്ളൂ. അത് ഞാൻ കാലം കഴിഞ്ഞു. കാരണം നിങ്ങളെ സ്വന്തമാക്കാനുള്ള പരിപാടി അന്ന് വരെ ഉള്ളൂ. നിങ്ങൾ അടിമത്തത്തിലായിരുന്നു. നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരുന്നത്. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. ദൈവരാജ്യത്തെ സുവിശേഷമായി അറിയിച്ചു വരുന്നു. ഇത് നമ്മളെ നിർത്തി. അതാണ് പ്രശ്നം. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു ദൈവരാജ്യത്തെ സുവിശേഷമായി അറിയിച്ചു വന്നു. ആ സുവിശേഷം ബൈബിളിലെ സിലബസിലില്ല. ഇത് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയണം. ആ സുവിശേഷത്തിലൂടെ ഉളവാകുന്ന പുതിയ സൃഷ്ടിനെ കുറിച്ച് കേൾക്കാനില്ല. പൗലോസ് പറയുന്നു, ഇനി ന്യായപ്രമാണം, ഇനി അഗ്രചർമ്മം പരിച്ഛേദന, ഈ താഴെയുള്ള വ്യക്തിയുടെ ജഡത്തിലുള്ള അഗ്രചർമ്മം പരിച്ഛേദന അല്ല കാര്യം, പുതിയ സൃഷ്ടിയാണ് കാര്യം. ആ പുതിയ സൃഷ്ടി ഉപയോഗിക്കേണ്ട ലോ ഓഫ് ദ സ്പിരിറ്റ്, ക്രിസ്തു ഉപയോഗിച്ചിരുന്ന അതേ ലോ ഓഫ് ദ സ്പിരിറ്റിനെ കുറിച്ച് കേൾക്കാനില്ല. അപ്പൊ ഇത് എല്ലാം വ്യക്തതയോടെ നാം മനസ്സിലാക്കിയിട്ട് നാം മൂവ് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകും. നാം ഇനി ഇനി നമ്മുടെ സഹോദരൻ ശ്രദ്ധിച്ച്, ഇത് നമ്മുടെ പെർമനന്റ് സ്ഥലം എന്ന് പറയുന്നത് ഭൂമിയല്ല. നമ്മളുടെ ഇനി പെർമനന്റ് സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കാൻ പോണത് ഈ സ്വർഗീയ കുടുംബത്തിലാണ്, പുതിയ റിസൾട്ടിലാണ്. അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവിടെയാണ് നമ്മൾ നിത്യം ജീവിക്കാൻ പോകുന്നത്. ഈ ഭൂമിയിലല്ല. ഭൂമി ഇപ്പോ ഇതിലെ ജീവിതമൊക്കെ ഇപ്പൊ ഇവിടെ അവസാനിക്കും. ഈ പഴയ ജഡരക്തത്തിലുള്ള ജീവിതം അവസാനിക്കും. ഹല്ലേലൂയ. ഇനി ഇവിടെ വരാൻ പോകുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയായിരിക്കും. അതിനൊക്കെ ഡീറ്റെയിൽ ദൈവത്തെ അറിയത്തുള്ളൂ, ദൈവത്തിന് അറിയത്തുള്ളത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നൊക്കെ. അപ്പൊ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തോടുകൂടിയുള്ള ജീവിതം നാം കരസ്ഥമാക്കണം. അതിന് തക്കവണ്ണം, അതിന് യോഗ്യത എന്ന് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കലല്ല. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കണം നല്ലതാണ്. ഈ ലോകത്ത് രക്ഷപ്പെടാൻ യേശുവിനെ കർത്താവ് നാം വിളിക്കണം. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. ഇനി നാം ദൈവരാജ്യം അവകാശമാക്കണം. ദൈവത്തിന്റെ വചനം ക്രിസ്തു വ്യക്തതയോട് പറയും, എന്റെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. മത്തായി 7:21, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്ന സംഭവം ഇന്ന് സഭകളിൽ കേൾക്കാനില്ല. അത് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി സല്യൂട്ട്, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളും ആത്മാവിന്റെ ശുദ്ധീകരണത്തിലുള്ള ദൈവപുത്രന്മാരായി വെളിപ്പെടണം. അതാണ് പിതാവിന്റെ ഇഷ്ടം. ഇത് പറയുമ്പോൾ താഴെ കൊണ്ട് എഴുതി വയ്ക്കുക, യേശുവിൽ വിശ്വസിക്കുന്നതാണ് പിതാവിന്റെ ഇഷ്ടം. തീർച്ചയായും യേശുവിൽ വിശ്വസിക്കുന്ന പിതാവിന്റെ ഇഷ്ടം തന്നെയാണ്. SSLC പാസ്സാകുന്നതും പിതാവിന്റെ ഇഷ്ടമാണ്. പക്ഷെ പിതാവ് അവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന കളക്ടർ ആകാനാണെങ്കിലോ, +2 പാസ്സാകുന്നതും പിതാവിന്റെ ഇഷ്ടമാണ്. ഡിഗ്രി പാസ്സാകുന്നതും പിതാവിന്റെ ഇഷ്ടമാണ്. പക്ഷെ പിതാവിന്റെ യഥാർത്ഥ ഇഷ്ടം അവനെ കളക്ടർ ആക്കുക എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരായി ശുദ്ധീകരണത്തിലൂടെ വെളിപ്പെടണം. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. എന്തിനാണത്? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അപ്പൊ വ്യക്തതയോടെ പറയുക, നമ്മൾ ബൈബിളിലെ ഏതെങ്കിലും കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിന്റെ അൾട്ടിമേറ്റ് ട്രൂത്തിനെ മറയ്ക്കുന്നവരായി തീരരുത്. കാരണം നമ്മൾ എളുപ്പവഴി അന്വേഷിക്കുക. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് നമ്മൾ നശിച്ചുപോകുള്ളൂ. ഇത്ര മനസ്സിലാക്കി. യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് പറയാമോ? യേശു 3.5 വർഷം പറഞ്ഞതും യേശു അതിനുശേഷം ചെയ്തതും വിശ്വസിക്കുക എന്നുള്ളതാണ് യേശു വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? യേശു 3.5 വർഷം പറഞ്ഞതും യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തതും, ഇത് വിശ്വസിക്കുക എന്നുള്ളതാണ് യേശു വിശ്വസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മളുടെ തന്നെ ശവക്കുഴി തോണ്ടരുത്. വിശുദ്ധ ബൈബിളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാണ്ട് കോൺഗ്രസ്സുകാരനാകുന്നതോ കമ്മ്യൂണിസ്റ്റുകാരനാകുന്നതോ BJP-കാരനാകുന്നത് പോലെയല്ല ഇത്. യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ സന്ദേശം വിശ്വസിക്കുക. യേശു ആ സന്ദേശത്തിൽ എത്തുവാൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായത് വിശ്വസിക്കുക. അതാണ് യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. വ്യക്തതയോടെ തിരിച്ചറിയുക. യേശുവിന്റെ വചനം അറിയാതെ യേശു വിശ്വസിക്കുന്ന വചനം എന്താ കാര്യമുള്ളത്? യോഹന്നാൻ 5:24 ഒരു അത്ഭുത വചനമുണ്ട്. ആ ഒരു വചനം എല്ലാ എന്റെ സഹോദരന്മാരും ഒന്ന് തന്നെ പരിശോധിക്കാൻ ഉപയോഗിക്കുക. ഒരു അത്ഭുത വചനം. എന്തുകൊണ്ട് മത്തായി 7:21 വിശ്വാസികളുടെ ദേവദാസന്മാരെ യേശു പറയുന്നത്, ഗെറ്റ് എന്നെ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന യേശു പറയുന്നതിന്റെ കാര്യം എന്താ? പിതാവിന്റെ ഇഷ്ടമാണ് യേശു ക്രിസ്തു 3.5 വർഷം വിളിച്ചു പറഞ്ഞത്. ആ പിതാവിനെ അറിയത്തില്ല എന്ന് പലർക്കും. യോഹന്നാൻ 5:24 വളരെ ശ്രദ്ധയോടെ കേൾക്കുക. എല്ലാ ദേവദാസന്മാരും കേൾക്കുക. യോഹന്നാൻ 5:24 ഐ ലവ് യു. 5:24 പറയാണ്, യേശു പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടെ, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു.
അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു പറയാണ് എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അപ്പൊ യേശുവിന്റെ വചനം എന്താന്ന് ചോദിച്ചാൽ സഭയിലുള്ളവർ നല്ലൊരു വക വാവളിക്കും. അവർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ എന്നെ യേശു വിശ്വസിക്കുന്ന ഈ പറയണേ. ഹല്ലേലൂയ. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ. അപ്പൊ യേശു നേരിട്ട് ആവശ്യപ്പെടുകയാണ്, ആർക്കാ നിത്യജീവൻ? എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കണം. തനിക്ക് പറയാനുള്ളത് ഇതാ, ബൈബിളിലെ എല്ലാ പഴയ ഉടമ്പടി മുഴുവൻ യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ യേശു ക്രിസ്തു വന്ന് നേരെ തന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവിങ്കലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇന്ന് സഭയും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ഇതാ സ്ഥാനപതികളായി നിന്നുകൊണ്ട് ക്രിസ്തുവിന് പകരം നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. അല്ലാണ്ട് നമ്മൾ പകുതിക്ക് വെച്ച് നിൽക്കരുത്. യേശുവെ ചൂണ്ടിക്കാണിച്ചു, യേശുവിലോ നിന്നു. യേശു ചൂണ്ടിക്കാണിച്ചതിലേക്ക് നോക്കണം. യേശു എങ്ങനെ ചൂണ്ടിക്കാണിച്ച? തന്റെ വചനത്തിലൂടെ. അതാണ് യേശുവിടെ പറയുന്നത് ആമേൻ ആമേൻ. അതായത് ഡബിൾ സിഗ്നേച്ചർ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട്. എവിടെ? 3 വർഷം ഞാൻ പ്രസംഗിച്ച വചനമില്ലേ? ആ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. പിടുത്തം കിട്ടിയോ? ഞാൻ 3 വർഷം, യേശു 3 വർഷം പ്രസംഗിച്ചത് എന്താ? ആ പിതാവിന്റെ ഇഷ്ടമാണ്. ഇതാ യേശു പറയുന്നത്, എന്റെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളെ തന്നെ ചതിക്കരുത്. ഹല്ലേലൂയ. നമ്മളെ തന്നെ ചതിക്കരുത്. ശ്രദ്ധിക്കുക. ഈ ദൈവ ഇഷ്ടം ഞാൻ തിരിച്ചറിയുക. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ഞാൻ തിരിച്ചറിയുക. സജു ബാബു എന്റെ മുമ്പിലുണ്ടല്ലോ. ഞാനൊരു കാര്യം ഞാനൊന്ന് പറയട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവദാസന്മാര് പലരും കേൾക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാം നിക്കിയ വിശ്വാസ പ്രമാണത്തിലാണ് നമ്മൾ നിൽക്കണേ, അല്ലെ? നിങ്ങൾക്കറിയാം ഒരു കാര്യം തിരിച്ചറിയുക. നിക്കിയ വിശ്വാസ പ്രമാണത്തിലെ ആ സ്റ്റേറ്റ്മെന്റ്, പിതാവ് വിശ്വസിക്കുന്നു, പുത്രനെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മ വിശ്വസിക്കുന്നു. സത്യം, നല്ല കാര്യ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. ആ നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ ദൈവ ഇഷ്ടം എന്താണെന്നും ആ ദൈവ ഇഷ്ടം ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള സംഭവമില്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. യേശു ക്രിസ്തു വന്ന് ഭൂമിയിൽ ചെയ്തത് മുഴുവൻ ദൈവ ഇഷ്ടമാണ്. നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് മുഴുവൻ ദൈവ ഇഷ്ടമാണ്. സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത് ആരാണ്? ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ദൈവം ആരെന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് നമ്മൾ വരുത്തി വെച്ചേക്കുന്നത്. എന്നാൽ ആ ദൈവം എന്താണ് തന്റെ ഇഷ്ടമായിട്ട് പറയുന്നത്, ആ ഇഷ്ടം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഫലം നമ്മുടെ ഇല്ല. ഏതാ കർത്താവ് ആവശ്യപ്പെടുന്നത്? സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന യവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നുള്ളൂ. താൻ 3.5 വർഷം പ്രസംഗിച്ചത് ഈ പിതാവിന്റെ ഇഷ്ടമാണ്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത് ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന്. ഇന്ന് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഒരു 7 ദിവസം ഉപവാസ പ്രാർത്ഥന, 20 ദിവസം ഉപവാസന പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന, സുവിശേഷ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, ഇതാ ഈ പ്രസംഗം കേട്ടിട്ട് യേശുവിനെ അയച്ചവനെ കുറിച്ച് വല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു 95% പറയും ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനത്തെ സുവിശേഷീകരണം കൊണ്ട് ഒരു പ്രയോജനമില്ല. യേശുവിന്റെ സുവിശേഷീകരണം കഴിഞ്ഞപ്പോ അവിടെ പറയാണ്, യേശു പറയാണ് എന്റെ വചനം കേട്ട്, അതായത് എന്റെ സുവിശേഷം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം. യേശു മൊത്തം വന്നു, പഴയ ഉടമ്പടി മൊത്തം പറയുന്നത് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. യേശു വന്നിട്ട് ഇതാ പിതാവിനെ ചൂണ്ടിക്കാണിക്കുന്നു, പിതാവിന്റെ രാജ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മളോട് പറയുന്നു, നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഇതാ സ്വർഗരാജ്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് എന്നെ പറഞ്ഞു വിട്ടത്. കാണാതെ പോയ ആടിനെ അന്വേഷിച്ചാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഹല്ലേലൂയ. അവസാനം ഞാൻ നിങ്ങളെ നേടിയിട്ട് നിങ്ങളെ ഞാൻ എന്നോട് ചേർത്ത് പിടിക്കുകയല്ല, ഞാൻ നിങ്ങളെ പിതാവിന് കൊണ്ട് കൊടുക്കണം. ഹല്ലേലൂയ. ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ഇതാ സകല ഗോത്രത്തിലും വംശത്തിലും എല്ലാം ഉള്ളവരെ ദൈവത്തിനായി യേശു ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി. ഹല്ലേലൂയ. ദൈവത്തിനായി വിലക്ക് വാങ്ങി. അവസാനം നമ്മളെ ദൈവത്തിന്റെ കിങ്ഡമാക്കി അപ്പന് കൊടുക്കാം. ഇതാ കിങ്ഡം ദൈവത്തിന് പരമേൽപ്പിക്കും, പിതാവിനെ ഏൽപ്പിക്കും എന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ഈ വചനം ഇവിടെ പറയുന്നേ. അപ്പൊ ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിഞ്ഞ് നാം
സ്വർഗീയ പിതാവിന്റെ അടുക്കൽ, ക്രിസ്തുവിൽ വളർന്ന ക്രിസ്തുവാകുന്ന തികവിലേക്ക് വന്ന് പിതാവിന്റെ അടുക്കൽ എത്തുവാൻ ക്രിസ്തുവെ അനുഗമിക്കണം, അനുസരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അപ്പൊ ഈ സത്യം ഉള്ളതുപോലെ, ബൈബിൾ ഉള്ളതുപോലെ വിളിച്ചു പറയുക. ഇത് അങ്ങനെയല്ല എങ്കിൽ എന്നെ തിരുത്താൻ നിങ്ങൾക്ക് ബൈബിളിലെ വചനത്തിലൂടെ മാത്രം, ഡിനോമിനേഷൻ്റെതായ ഡോക്ട്രിൻ വെച്ചിട്ടല്ല തിരുത്തേണ്ടത്, വിശുദ്ധ ബൈബിളിലെ വചനത്തിലൂടെ ഞാൻ തിരുത്തപ്പെടാൻ തയ്യാറാണ്. കാരണം എനിക്ക് വേണ്ടത് ഇവിടുത്തെ അംഗീകാരങ്ങളോ ഇവിടുത്തെ പ്രസംഗപീഠങ്ങളോ വിഷയങ്ങളോ ഒന്നുമല്ല. എനിക്ക് വേണ്ടത് ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവോടുകൂടിയുള്ള ജീവിതമാണ്. അത് തന്നെ വിളിച്ചേക്കണേ, എന്റെ കൂട്ടായ്മ പിതാവിനോട് എന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാ. യോഹന്നാൻ പറയുന്നു ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോട് തന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ താഴെ വീണുപോയ മനുഷ്യന്റെ അടുക്കലാണ് ന്യായപ്രമാണം പ്രവർത്തിക്കുന്നത്. എന്നാൽ അതാണ് നമ്മൾ ജനിച്ച മണ്ഡലം, സ്ത്രീകളും ജനിച്ച മണ്ഡലം. എന്നാൽ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലാണ് ആത്മാവിന്റെ പ്രമാണം പ്രവർത്തിക്കുന്നത്. അതാണ് ഉയരത്തിൽ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ പറയുന്നത്. ലൂക്കോസ് സുവിശേഷം 16:16 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാല യോഹന്നാൻ വരെയായിരുന്നു. സ്നാപയോഹന്നാനെ കുറിച്ചാ പറയുന്നേ. അന്ന് മുതൽ എന്താ അതിന്റെ പ്രത്യേകത? അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷിക്കുന്നു. ദൈവരാജ്യത്തിലെ നിയമം ന്യായപ്രമാണം അല്ലെന്നേ. ദൈവരാജ്യത്തിലെ നിയമം ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്, ആത്മാവിന്റെ പ്രമാണമാണ്. ഈ ആത്മാവിന്റെ പ്രമാണത്തിന്റെ മറ്റൊരു പേര് എന്നാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ആത്മാവിന്റെ പ്രമാണത്തിന്റെ മറ്റൊരു പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. അപ്പൊ ഞാൻ താഴെ വെച്ചോട്ടെ. താഴെയാണ് ന്യായപ്രമാണം, ഈ ഭൂമിയിൽ വീണുപോയ മക്കളെടുക്കൽ. ഈ ഉയരത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം, അല്ലെങ്കിൽ ലോ ഓഫ് ദ സ്പിരിറ്റ്. അതാണ് ദൈവരാജ്യത്തിൽ. കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോ ഈ രണ്ട് നിയമത്തെ കുറിച്ച് മനസ്സിലായല്ലോ. ലോകത്തിൽ വീണുപോയ മനുഷ്യരുടെ ഇടയിലാണ് ന്യായപ്രമാണം. എന്നാൽ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ച ദൈവപുത്രന്മാരുടെ ഇടയിലാണ് ആത്മാവിന്റെ പ്രമാണം. അപ്പൊ ന്യായപ്രമാണം യേശു ക്രിസ്തു വരുന്നത് വരെ ജനത്തെ സൂക്ഷിക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഓ ഫാദർ വി താങ്ക് യു. ഗലാത്യ ലേഖനം 3:19 അതിന്റെ ക്ലാരിറ്റി ഒന്നും കൂടി കിട്ടാം. ലൂക്കോസ് സുവിശേഷം 16:16 16:16 ഓർത്തിരുന്നാൽ മതി. അതിന്റെ 16:16 പറയുമ്പോൾ ന്യായപ്രമാണത്തിന് പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെയായിരുന്നു, അതുപോലെ ദൈവരാജ്യം സുവിശേഷിച്ചു വരുന്നു. എന്നാൽ എന്താണ് ആ ഷിഫ്റ്റിങ്ങിന്റെ കാരണം? കാരണം ക്രിസ്തു വന്ന് ഈ ജനത്തെ സ്വതന്ത്രമാക്കുകയാണ്. ആത്മാവിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് സ്വതന്ത്രമാക്കുകയാണ്. അതാണ് ഗലാത്യ ലേഖനം 3:19 പറയുന്നത്. എന്നാൽ ന്യായപ്രമാണം എന്തിനാ ഈ തന്നെ? അവരെഴുതി വെച്ചിരിക്കുന്നത് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. ആരാ വാഗ്ദത്തം ലഭിച്ച സന്തതി? ക്രിസ്തു അല്ലെ? ക്രിസ്തു വരുവോളം. അപ്പൊ ക്രിസ്തു വരുന്നത് വരെ മതി. അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തത്. അതായത് ഈ മനുഷ്യർ പാപം ചെയ്യുന്നത് കൊണ്ട് കൂട്ടിച്ചേർത്തത്. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പൊ അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. മനുഷ്യർ പാപം ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർത്തതാ. അതായത് ഈ താഴെയുള്ള മനുഷ്യനുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള, ഇവ പാവം ചെയ്യുന്നതുകൊണ്ട് കൂട്ടിച്ചേർത്തതാ. എന്നാൽ ഈ മനുഷ്യനെ ഇവിടുന്ന് ടെറിറ്ററി മാറ്റി, ഈ ലോകത്തിൽ നിങ്ങൾ ലോകക്കാരായിരുന്നു, പക്ഷെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിങ്ങളെ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിപ്പിച്ചു. അങ്ങനെ വീണ്ടും ജനിപ്പിച്ചപ്പോ നിങ്ങൾ ഈ ന്യായപ്രമാണത്തെ ഒഴിവുള്ളവരായി. ഇനി പുതിയ രാജ്യത്തെ നിയമം എന്താണോ അതനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. ഇത് കിട്ടിയ കാരണം നിങ്ങൾ രാജ്യം മാറിയോ പുതിയ രാജ്യത്തിലെ നിയമം അനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ത്യയിൽ വരുമ്പോ ഇന്ത്യയിലെ നിയമമാണ്, പക്ഷെ ദുബായിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലായിരിക്കുമ്പോൾ അവിടുത്തെ നിയമമാണ്. രാജ്യം മാറുമ്പോൾ നിയമം മാറും. ഞാൻ ഇന്ത്യയിൽ വരുമ്പോ റോഡിന്റെ ഇടത് സൈഡിലൂടെ വണ്ടി ഓടിക്കണം. ഞാൻ ദുബായി ചെല്ലുമ്പോ റോഡിന്റെ വലത് സൈഡിലൂടെ വണ്ടി ഓടിക്കണം. ഇത് രണ്ടും രണ്ടാ. ഒന്ന് താഴെ ലോകം. ഈ ലോകത്തായിരിക്കുമ്പോ ന്യായപ്രമാണം ഉപയോഗിക്കണം. ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ആത്മാവിന്റെ പ്രമാണം ഉപയോഗിക്കണം. പക്ഷെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രസംഗം പോലും ഇല്ലെങ്കിൽ പിന്നെ ആത്മാവിന്റെ പ്രമാണം എങ്ങനെ ഉപയോഗിക്കാനാ? ദൈവരാജ്യത്തിലെ പ്രസംഗം ഉണ്ടെങ്കിൽ ഈ ജനം വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലാണെന്നും ഞാൻ ഉപയോഗിക്കേണ്ട ആത്മാവിന്റെ നിയമമാണെന്ന് ഉപയോഗിച്ചാൽ എനിക്ക് അഭിവൃദ്ധി വരുമെന്ന് ജനം തിരിച്ചറിയുള്ളൂ. ജനം എന്താ അഭിവൃദ്ധി പ്രാപിക്കാതെ കിടക്കണേ? അവർക്ക് ആത്മാവിന്റെ പ്രമാണം അറിഞ്ഞുകൂടാ.
ആത്മാവിന്റെ പ്രമാണം അത് അറിയണം. അതാണ് ക്രിസ്തു ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ക്രിസ്തുവെ പോലെയാകാൻ നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മളും അതേ ആത്മാവിന്റെ പ്രമാണം ഉപയോഗിക്കേണ്ടത്. പക്ഷെ ആത്മാവിന്റെ പ്രമാണത്തെ കുറിച്ച് ഉള്ള സിലബസ് പോലും നമ്മൾ ബൈബിൾ കോളേജിലില്ല. അവിടെ പ്രസംഗങ്ങൾക്ക് നമുക്ക് അറിഞ്ഞുകൂടാ, അത് എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അതെങ്ങാനും പറഞ്ഞ് സഭയിലേക്ക് വന്നാൽ സഭയിലെ കുത്തക കച്ചവടക്കാർ ദുരുപദേശം ദുരുപദേശം എന്നും പറഞ്ഞ് ഇളക്കി, ജനത്തെ ഇളക്കി, ദുരുപദേശം എന്ന് പറഞ്ഞ് അവരെ കേൾക്കരുതെന്ന് പറയും. കാരണം അവരുടെ കച്ചവടം നിലനിൽക്കണം. ഹല്ലേലൂയ. പൗലോസും കൂട്ടരും ഇതാ ദൈവരാജ്യ ശുശ്രൂഷയുമായിട്ട് ഇറങ്ങിയപ്പോ ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടറും വെള്ളിപ്പണിക്കാരൻ ദിമോത്രിയോസും ഒക്കെ ബഹളം ഉണ്ടാക്കി. കാരണം ഞങ്ങളുടെ കച്ചവടം നിന്ന് പോകും. പൗലോസ് പറയുന്നത് കൈവനുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല എന്ന് പറഞ്ഞോണ്ട് പൗലോസ് പോകുന്നേ. അവർ കമ്മിറ്റി കൂടി ആലോചിച്ചു എന്ത് പറയണം ഈ പൗലോസിനെ. അവരും പറഞ്ഞു സമ്മതിക്കരുതാ, ഇവരെ പ്രസംഗിക്കാൻ സമ്മതിക്കരുതാ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ ഇത് കേൾക്കാൻ സമ്മതിക്കരുത്, നമുക്കിത് ദൈവീകരിക്കണം. എന്നിട്ട് ദൈവീകരിച്ചു. അവരെങ്ങനെയാ ദൈവീകരിച്ച്? അവർ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു നമ്മളുടെ ആദായം ഇതിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ പൗലോസ് എന്ന് പറയുന്ന ഒരുവൻ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമ്മളുടെ വയറ്റിപ്പഴപ്പ് മുട്ടും. എന്നിട്ട് അതിനെ ദൈവീകരിച്ചു. എങ്ങനെ ദൈവീകരിച്ചേ? എങ്ങനെ പോയാൽ ലോകം മുഴുവൻ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രശംസിക്കുന്ന നമ്മുടെ ആർത്തേമീസ് മഹാദേവിയുടെ കാര്യം എന്താകും? പെട്ടെന്ന് ജനം ഇത് കേൾക്കാൻ നോക്കിയത് ജനം ഇളകി. ശ്രദ്ധിച്ചേ, പൗലോസിനെതിരെ ജനം കല്ലെറിയാൻ തുടങ്ങി. പൗലോസിനെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അവരുടെ കച്ചവടമാണ് അവരുടെ വിഷയം. ഇത് മനസ്സിലാക്കിയ ദൈവത്തിന്റെ വചന ആസ് ഇറ്റ് ഈസ് ഇന്ന് സഭയിലില്ല. ദൈവരാജ്യ സന്ദേശ സഭയിലില്ല. കാരണം മറ്റ് സന്ദേശങ്ങൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ സന്ദേശം, ക്രിസ്തു പ്രസംഗിച്ച സന്ദേശ സഭയിൽ വരണം. ക്രിസ്തു പ്രസംഗിച്ച പുതിയ സൃഷ്ടി സഭയിൽ വരണം. ഈ പുതിയ സൃഷ്ടിയുടെ നിയമമായ ലോ ഓഫ് ദ സ്പിരിറ്റ് സഭയിൽ വരണം. ഇത് ജനങ്ങൾ അറിയണം, പാസ്റ്റർമാർ അറിയണം. ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇത് വരണം. ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇത് വന്ന് ദൈവദാസന്മാർ ഇത് അറിയണം. ദൈവദാസന്മാർ തങ്ങളെ ദൈവം ഏൽപ്പിച്ച ആടുകളെ ഇത് പഠിപ്പിക്കണം. പക്ഷേ ഓൾറെഡി സഭയിൽ കിടക്കുന്ന ആ ടീച്ചിങ് ഇതിനെ വരാൻ സമ്മതിക്കത്തില്ല. കാരണം അവരുടേതായ ആ ഇങ്ക് അവിടെ കൊണ്ട് അവസാനിക്കും. അതുകൊണ്ട് വ്യക്തതയോടെ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, മനുഷ്യരുടെ പാപം കൊണ്ട് അവർ പുരോഹിതന്മാർ ഉപജീവനം കഴിക്കുന്നു. അങ്ങനെയല്ല. സുവിശേഷം പറയുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കണം. മനുഷ്യരുടെ പാപങ്ങൾ കൊണ്ടല്ല ഉപജീവനം കഴിക്കട്ടെ, മനുഷ്യരെ നീതിമാന്മാരാക്കാൻ അവരെ സഹായിക്കണം. ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഇപ്പൊ തീരും, ഇപ്പൊ അവസാനിക്കും. ഹല്ലേലൂയ. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം, അവിടെ 8-ാം വാക്യം എഴുതിയിരിക്കുകയാണ്. ദൈവദാസന്മാർക്കെതിരെ പറയുന്ന കംപ്ലൈന്റ് ആണ്. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന പുരോഹിതന്മാർ ആരുടെ? ജനത്തിന്റെ പാപം കൊണ്ട്. ഹല്ലേലൂയ. തൊട്ട് മുകളിൽ എഴുതിയിരിക്കുക, എന്റെ ജനം നശിക്കുന്നു. ജനം കംപ്ലൈന്റ് പറയാ, ദൈവം കംപ്ലൈന്റ് പറയുകയാണ്. അതിന്റെ 6-ാം വാക്യത്തിൽ, പരിജ്ഞാനമില്ലായിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ മക്കളെയും മറക്കും. പുരോഹിതന് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം നശിച്ചു പോകുന്നുവെന്ന്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. എല്ലാ ദൈവദാസന്മാരും സുവിശേഷം സത്യസന്ധതയോടെ പ്രസംഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ്. ഇത് തിരിച്ചറിയത് മനസ്സിലാക്കുക. ഇത് നീതിയുടെ മാർഗമാണ്. ഇത് വയറ്റിപ്പഴപ്പിന്റെ മാർഗമല്ല. എങ്കിലും കർത്താവിന്റെ കൽപ്പനയാണ്. സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷം കൊണ്ട് ഉപജീവിക്കണം. അതാ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല, കാരണം ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിപ്പാൻ. അങ്ങനെ തന്നെ ദൈവദാസന്മാരെ കരുതുക. നമ്മളെ നടത്തുവാൻ പുലർത്തുവാൻ ദൈവം മതിയായതാണ്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന പദ്ധതി ഭൂമിയിലല്ല, ജഡത്താൽ ജനിച്ച മനുഷ്യനല്ല, ജഡത്താൽ ജനിച്ച മനുഷ്യന് ന്യായപ്രമാണം.
എന്നാൽ ആത്മാവർജിച്ച ദൈവപുത്രന് ആത്മാവിന്റെ പ്രമാണമാണ്. ഈ പ്രമാണം നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും? അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് പഴയ ഉടമ്പടിയിൽ പ്രവചിച്ചിരിക്കുന്ന ഭാഗമാണ്. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. ഇത് അഭിഷേകത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത് കേട്ടോ. ഞാൻ എന്റെ അഭിഷേകം ജഡത്തിന്റെ മുകളിലാണ്. ഇത് ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ. ഇതാണ് യേശു ഉപയോഗിച്ചിരുന്ന പ്രവർത്തനം. അപ്പൊ തന്നെ യേശുവിന് അഭിഷേകം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ യേശുവിനെ പോലെ ഞാനും നിങ്ങളും പ്രവർത്തിപ്പാനായിട്ട് ഇടയാകണം. അപ്പോ ഇപ്പൊ നമ്മൾ കേട്ടു, ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്ന് മുതൽ ദൈവരായി സുവിശേഷിച്ചു വരുന്നത്. ദൈവരായി സുവിശേഷിച്ചു എല്ലാവരും ബലാത്കാരന് അതിൽ കടക്കാൻ നോക്കുന്നു. അപ്പോ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതിയായ യേശു ക്രിസ്തു വരുന്നത് വരെയാണ് ന്യായപ്രമാണം. അപ്പൊ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോ എന്തു പറ്റി? യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യം പ്രസംഗിച്ചു. ആളുകൾ ദൈവരായിട്ട് കിടക്കാൻ തുടങ്ങി. അവിടെ ആത്മാവിന്റെ പ്രമാണമാണ്. താഴെ ന്യായപ്രമാണം, മോളിൽ ആത്മാവിന്റെ പ്രമാണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ന്യായപ്രമാണം ഉപയോഗിക്കാം. കാരണം നിങ്ങൾ ഇന്ന് ജഡമനുഷ്യനിലാണ് പ്രവർത്തിക്കുന്നെങ്കിൽ ന്യായപ്രമാണം ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന്റെ പ്രമാണം ഉപയോഗിക്കാം. ചോയ്സ് ഉണ്ട്. പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പുസ്തകത്തില് ലോ ഓഫ് ദ സ്പിരിറ്റ് ഇതാ എഴുതിയിട്ടുണ്ട്. ഈ ലോ ഓഫ് ദ സ്പിരിറ്റ് എഴുതിയിരിക്കണ ഈ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തില് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാകാൻ. ഗവൺമെന്റിന് ആക്സിഡന്റ് ഒഴിവാക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോ തൽക്കാലം അതിനുള്ള ഫണ്ട് ഇല്ല. അവിടെ ഒരു മേൽപ്പാലം പണിയണമെന്നായിരുന്നു ആഗ്രഹം. തൽക്കാലം അതിനുള്ള ഫണ്ടില്ല. അവരെന്ത് ചെയ്തറിയോ? അവിടെ സിഗ്നലുകൾ സ്ഥാപിച്ചു. ട്രാഫിക് സിഗ്നലുകൾ. ഇതേപോലത്തെ ട്രാഫിക് സിഗ്നലാണ് ന്യായപ്രമാണം. അപകടം ഒഴിവാക്കാൻ ട്രാഫിക് സിഗ്നലുകൾ. ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായപ്രമാണം എന്തിന്? അത് അതിക്രമങ്ങൾ ഒഴിവാക്കാൻ, ജനത്തിന്റെ പാപങ്ങൾ ഒഴിവാക്കാൻ കൂട്ടിച്ചേർത്തതാണ്. ഇനി കുറെ നാൾ കഴിഞ്ഞപ്പോ ഇതാ എപ്പോ വരെ മതി? യേശു വരുന്നത് വരെ മതി. ഗവൺമെന്റിന് ഫണ്ടായി. ആ ഫണ്ടായി കഴിഞ്ഞപ്പോ ഗവൺമെന്റ് ആ സിഗ്നലിന്റെ മുകളിലൂടെ, ആ സിഗ്നൽ അവിടെ ഉണ്ട്, സിഗ്നൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ സിഗ്നലിന്റെ മുകളിലൂടെ ഒരു മേൽപ്പാലം പണിതു. ഗവൺമെന്റിന് ഫണ്ടായി. മേൽപ്പാലം പണിതു. അത് ഉദ്ഘാടനം ചെയ്തു. അപ്പോ എപ്പോ വരെ മതിയായിരുന്നു സിഗ്നലുകൾ? മേൽപ്പാലം വരുന്നത് വരെ മതിയായിരുന്നു ട്രാഫിക് സിഗ്നല്. ഇതേപോലെ ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായപ്രമാണം എപ്പോ വരെ മതി? യേശു ക്രിസ്തു വരുന്നത് വരെ മതി ന്യായപ്രമാണം. അങ്ങനെ ന്യായപ്രമാണം യേശു ക്രിസ്തു വരുന്നത് വരെ മതി ന്യായപ്രമാണം. യേശു ക്രിസ്തു വന്നാൽ സംഭവിക്കും? ദൈവരാജ്യം പ്രസംഗിക്കും. അതോടുകൂടി ആത്മാവിന്റെ നിയമമായി മേൽപ്പാലം വന്നു. ആത്മാവിന്റെ നിയമമാണ് മേൽപ്പാലം. മനസ്സിലായോ? ഇനി ഇതാ നിനക്ക് വേണമെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞിട്ട് മേൽപ്പാലത്തിലൂടെ പോകാം. ഈ ട്രാഫിക്കിലൊന്നും കാത്തു കിടക്കണ്ട. നേരെ മേൽപ്പാലത്തിലൂടെ പോയി ഒരു ട്രാഫിക്കും ഇല്ലാതെ പോകാം. എന്നാൽ ഇതൊന്നും നിനക്ക് അറിയത്തില്ലെങ്കിലോ? ആത്മാവിന്റെ പ്രമാണം വന്നു എന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലെങ്കിലോ? യേശു ഉപയോഗിച്ച് ഈ പ്രമാണത്തെ കുറിച്ച് പ്രിയ മകനെ നിനക്ക് അറിയത്തില്ലെങ്കിലോ, മകളെ നിനക്ക് അറിയത്തില്ലെങ്കിലോ, നീ വീണ്ടും ട്രാഫിക്കിൽ പോയി കിടക്കും. വീണ്ടും ന്യായപ്രമാണത്തിൽ പോയി കിടക്കും. ആ ട്രാഫിക് തിരക്കിൽ വേണം പോകാനായിട്ട്. എന്നാൽ നിനക്ക് അങ്ങനെ വേണമെങ്കിൽ പോകാം. കാരണം ന്യായപ്രമാണം അവിടെ തന്നെ ഉണ്ട്. ആകാശം മാറും, ഭൂമി മാറും. എന്നാൽ ന്യായപ്രമാണത്തിൽ ഒരു മാറ്റമില്ല. ന്യായപ്രമാണം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇതാ മേൽപ്പാലം വന്നു കഴിഞ്ഞു. ലോ ഓഫ് ദ സ്പിരിറ്റ് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ പ്രമാണം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് അതിലൂടെ കടന്നു പോകാൻ. അതുകൊണ്ട് ഇതിന് പേരിട്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ഈ ലോ ഓഫ് ദ സ്പിരിറ്റ്, ഈ ത്രിയേക പ്രവർത്തനത്തിന്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്നല്ല, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. കാരണം ഈ ലോ ഓഫ് ദ സ്പിരിറ്റ് എവിടെ വരുന്നേ? സ്വാതന്ത്ര്യം തരുന്നു. നേരത്തെ ട്രാഫിക്കിൽ ഒന്നും കുടുങ്ങി കിടക്കണം. പക്ഷെ ഇപ്പോ സ്വാതന്ത്ര്യമായിട്ട് അതിന്റെ മുകളിലൂടെ മേൽപ്പാലത്തിലൂടെ പോകാം എന്നതുപോലെ ഇത് സ്വാതന്ത്ര്യം തരിക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിന്റെ മറ്റൊരു പേര് യാക്കോബ്, ജെയിംസ് ചാപ്റ്റർ 2. ഓ ലോർഡ് ഐ ലവ് യു. അതിന്റെ 2:12 പറയാണ്, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ഇനി നമ്മളെ വിധിക്കാൻ പോണത് ന്യായപ്രമാണം കൊണ്ടല്ല, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം കൊണ്ടാ.
ആ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം ലോ ഓഫ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താലാണ് നമ്മൾ വിധിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ, നമ്മൾ നേരത്തെ വായിച്ച റോമ 8:2 അവിടെ പറയാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ത് ചെയ്തു? നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി. ആ ലോ ഓഫ് ദ സ്പിരിറ്റിനെ ആ സ്വാതന്ത്ര്യം വരുത്തിയതുകൊണ്ട് അതിന്റെ മറ്റൊരു പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞോളാം. ഇനി വീണ്ടും ജനിച്ച നമുക്കൊരു ന്യായവിധി ഉണ്ട്. അത് എന്തുകൊണ്ടാ? സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താണ്, ലോ ഓഫ് ദ സ്പിരിറ്റ് കൊണ്ടാണ് നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ന്യായപ്രമാണം കൊണ്ടല്ല. ന്യായപ്രമാണം കൊണ്ട് ന്യായം വിധിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അതിൽ ഒന്നി തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. ഒന്നി തെറ്റിയാൽ മതി, എല്ലാത്തിലും തെറ്റി. അതിന് തൊട്ടുപോലെ എഴുതിയിരിക്കുക. അതിന്റെ 10-ാം വാക്യം, ഒരുത്തൻ ന്യായപ്രമാണം, ഏത് ന്യായപ്രമാണം? മോശയിലൂടെ നൽകിയ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. ഒന്നിൽ തെറ്റിയാൽ മതി, സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്. അതെങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ല എങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണ ലംഘിയായി തീർന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം ക്രിസ്തുവിൽ വന്ന നമുക്ക് ശിക്ഷാവിധി ഇല്ലാതെ മാറ്റുകയാണ്. ഓ ലോർഡ്, ഐ ലവ് യു. റോമലേഖനം 8-ാം അധ്യായം നമ്മള് 2-ാം വാക്യമാണല്ലോ നമ്മൾ നേരത്തെ 1-2 ആണ് ഇത് വായിച്ച്. അവർ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ 8:1-2, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അതിന്റെ കാരണം സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണമാണ്. ഈ ലോ ഓഫ് ദ സ്പിരിറ്റ് ആണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സന്ദേശം കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്താണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. പക്ഷെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിന്റെ പ്രമാണത്തിന്റെ മറ്റൊരു പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. ഇതാണ് യേശുക്രിസ്തു ഉപയോഗിച്ചിരുന്നത്. ഈ യേശുക്രിസ്തു ഉപയോഗിച്ച ഈ ഫെസിലിറ്റിയാണ് ഒരു ത്രിയേക പ്രവർത്തനം. സ്വർഗസ്ഥ പിതാവ് ദൈവപുത്രന്മാരിൽ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രനിൽ പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച എല്ലാവരും അതേ പ്രവർത്തനം തന്നെയാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ റിസൾട്ട് ഉണ്ടാകുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോ ജഡമണ്ഡലത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അധികം ആയാൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോ ഈ ജഡമണ്ഡലത്തിൽ നിന്ന് നമ്മളെ ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി ആര്? ക്രിസ്തു. എങ്ങനെ? വീണ്ടും ജനനത്തിലൂടെ. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. ആ ദൈവരാജ്യത്തിലെ പൗരന്മാരുടെ നിയമം ആത്മാവിന്റെ നിയമമാണ്. ഇനി ഇവിടുത്തെ അക്ഷരങ്ങളല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പോ ഇങ്ങോട്ടേക്ക് നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക് മാറ്റി. ഇത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളെ ബൈബിൾ ഇരട്ടപ്പേര് വിളിച്ച ബുദ്ധിയില്ലാത്തവരെ എന്ന്. ഗലാത്യലേഖനം 3:3 നമ്മളോട് ചോദിക്കുന്നില്ലേ, ആത്മാവ്, നിങ്ങൾക്ക് ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് നിങ്ങൾ ആരംഭിച്ചിട്ട്, ദൈവരാജ്യത്ത് നിങ്ങൾ ആരംഭിച്ചിട്ട് വീണ്ടും ജഡത്തിൽ, വീണ്ടും ഭൂമിയിലുള്ളത് ചിന്തിക്കാൻ പോകുന്നു. എന്റെ മക്കളെ, അവരുടെ ദൈവം വയറ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർക്ക് ലജ്ജയായതിലും മാനം തോന്നുന്നു. അവരുടെ അവസാനം നാശം. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി നമ്മളെ ഈ ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഇതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറയുന്നത്, ലോർഡ് ഐ ലവ് യു, റോമലേഖനം 7-ാം അധ്യായം, ഓ ഫാദർ വി താങ്ക് യു, 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഗ്രാമർ മാത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോന്നു. അതായത് ശ്രദ്ധിക്കുക,
നാം ജഡത്തിലായിരുന്നപ്പോൾ, നാം ജഡത്തിൽ ആയിരുന്നപ്പോൾ. എന്റെ ഗ്രാമർ കണ്ടോ? കഴിഞ്ഞ കാലം, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ കഴിഞ്ഞ കാലം. നാം ജഡത്തിലായിരുന്നപ്പോൾ. ഇപ്പൊ നിങ്ങൾ നേരത്തെ എവിടെയായിരുന്നു? തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഗൾഫിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ. ഇപ്പൊ സാജു ബേർ കേരളത്തിലാണ്. ഇപ്പൊ സാജു ബേർ പറയാണ്, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർത്ത് ഇന്ത്യയിലല്ല. ഇവിടെ ബൈബിള് പറയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നാം ഇപ്പൊ എവിടെയല്ല? നാം ഇപ്പോൾ ജഡത്തിലല്ല. പിന്നെ എവിടെയാണ്? നാം ഇപ്പോ ആത്മാവിലാണ്. ഇത് തിരിച്ചറിവ് വേണം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സന്ദേശം നമുക്ക് ചിന്തിക്കാം. അപ്പൊ നാം ഇപ്പൊ ജഡത്തിലല്ല, ആത്മാവിലാണ്. അപ്പൊ ആത്മാവിലാക്കി ദൈവം നമ്മളെ ആക്കിയെങ്കിൽ അവിടുന്ന് ചാടി ജഡത്തിലേക്ക് ചാടരുത്. നമ്മളെ ദൈവം ബുദ്ധിയില്ലാത്തവരെന്ന് വിളിക്കും. ഹല്ലേലൂയ. അപ്പോ ഇനി ആത്മാവിലായിരിക്കുന്ന നമുക്ക് ഇനി വേണ്ടത് ആത്മാവിന്റെ നിയമമാണ്. ഇനി പഴയതല്ല, അതെല്ലാം കഴിഞ്ഞു പോയി. അടുത്ത ക്രിസ്തുവിലാവും പുതിയ സൃഷ്ടിയായി. ഈ കാണുന്നതല്ല പുതിയ സൃഷ്ടി. ഹല്ലേലൂയ. അത് ആത്മാവിനാണ്. അപ്പോ അത് നമ്മൾ തിരിച്ചറിയുക. ആ ആത്മാവിന്റെ നിയമം നമ്മൾ ഉപയോഗിക്കുക. ആത്മാവിന്റെ നിയമം ഉപയോഗിച്ച് നാം ഇനി വളരുവാനായിട്ട് ഇടയാകുക. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നേരം നാം പഠിച്ചത് ഇതാണ്. കൺക്ലൂഡ് ചെയ്യുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ സന്ദേശം. ഇപ്പോ തൽക്കാലം ഇത് ഇനി തുടർന്നു പോകും. കാരണം ഇത് ചെറിയൊരു സംഭവം കൊണ്ടൊന്നും ജനത്തിന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജനത്തിന്റെ മനസ്സിന് കപ്പാസിറ്റി കുറവാണ്, അതിന്റെ pH കുറവാണ്. അപ്പോ നാം മനസ്സിലാക്കിയ കാര്യം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സ്വർഗസ്ഥ പിതാവ് സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. പിശാച് സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. വീണുപോയ മനുഷ്യർ സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവൃത്തി തുടങ്ങുന്നത് അവരിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു മാത്രം സ്വയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല. ദൈവപുത്രനായ ക്രിസ്തു പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവപുത്രനായ ക്രിസ്തു പ്രവർത്തിക്കുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. എന്റെ പിതാവ് ചെയ്ത് കാണുന്നത് മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. എങ്ങനെയാണ് ആ പ്രവർത്തനം നടക്കുന്നത്? അതൊരു ത്രിയേക പ്രവർത്തനമാണ്. സ്വർഗസ്ഥ പിതാവ് തന്റെ ആത്മാവിനെ ക്രിസ്തുവിലാക്കിയിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവോട് തന്റെ ആത്മാവിലൂടെ സംസാരിക്കുന്നു. അങ്ങനെ ക്രിസ്തു ആത്മാവിൽ അപ്പസ്വലന്മാർക്ക് കൽപ്പന കൊടുക്കുന്നു. ആത്മാവിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ആത്മാവിൽ, നിത്യാത്മാവിൽ തന്നെ നിഷ്കളങ്കരായി പിതാവിന് അർപ്പിക്കുന്നു. അങ്ങനെ ആത്മാവിനാൽ ക്രിസ്തു ജീവിക്കുന്നു. മനസ്സിലായോ? ആ ക്രിസ്തുവിൽ പ്രവർത്തിക്കുന്ന നിയമമാണ് റോമ 8:2 പറയുന്നു, ലോ ഓഫ് ദ സ്പിരിറ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ നിയമം, അതാണ് നമ്മളെ പാപത്തിന്റെ മരണത്തിന്റെ നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയത്. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്തുവിലുള്ള ശിക്ഷാവിധിയുമില്ല. അതേ ക്രിസ്തുവിലുള്ള ആത്മാവിന്റെ നിയമം വേണം ഇന്ന് സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിലൂടെ ജനിച്ച മക്കളായ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ. കാരണം നമ്മൾ ഇന്ന് വീണുപോയ ആദ്യത്തിന്റെ ജനറേഷൻ അല്ല, ഇതാ ക്രിസ്തുവിൽ ദൈവത്തിന്റെ ജനറേഷനാണ്. ഹല്ലേലൂയ. ആദ്യത്തിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പോ ഇത്രയും കാര്യം നാം മനസ്സിലാക്കി. തുടർന്ന് നാം ആ ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ പ്രത്യേകത പറഞ്ഞു. ലോ ഓഫ് ദ സ്പിരിറ്റ് ഇവിടെ നമുക്ക് വരുന്നതിന് മുമ്പ് ജഡം മനുഷ്യൻ ആയിരുന്നു. നമുക്ക് ന്യായപ്രമാണമായിരുന്നു ദൈവം തന്നിരുന്നത്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കാലം യേശു ക്രിസ്തു വരുന്നത് വരെ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ന്യായപ്രമാണത്തിലെ പ്രവാചകന്മാരുടെ കാലം സ്നാപക യോഹന്നാൻ വരെയുള്ളൂ. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വന്നുകൊണ്ടിരുന്നു. ഇന്നത് കാണുന്നില്ല എങ്കിൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വന്നിരുന്നു. ആ ദൈവരാജ്യ സുവിശേഷം അറിയിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ പൗരന്മാരാണ് അവിടെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവപുത്രന്മാരായി വീണ്ടും ജനിക്കുന്നത്. ആ വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടികൾ ആത്മരൂപികളാണ്. അവർക്ക് ന്യായപ്രമാണമല്ല, അവർ സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ മക്കളായി ജനിച്ചതുകൊണ്ട് അവർക്ക് ആത്മാവിന്റെ പ്രമാണമാണ്. ന്യായപ്രമാണം ഞാൻ നേരത്തെ പറഞ്ഞു, ദുബായിലുള്ള ഞാൻ എന്റെ മകന് ഭൂമിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ലെറ്റർ പോലെയാണ്. എന്നാൽ ആത്മാവിന്റെ പ്രമാണം ദുബായിലുള്ള ഞാൻ വന്ന് എന്റെ മകനോടുകൂടി ഒരുമിച്ച് താമസിച്ച് അവനെ എന്റെ കാര്യങ്ങൾ അറിയിക്കുന്നത് പോലെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ അക്ഷരത്തിന് കഴിയാത്തതിനെ ഈ ആത്മാവിന്റെ പ്രമാണം കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ജനത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് അക്ഷരത്തിന് സാധിക്കാഞ്ഞതിനെ സാധിപ്പാൻ
ദൈവം തന്റെ പുത്രനെ അയച്ചു. പുത്രനിൽ എന്നാ ഉണ്ട്? ആത്മാവിന്റെ പ്രമാണമുണ്ട്. അതുകൊണ്ട് പുത്രൻ പോലും ഒരു നിമിഷം കാൽവരി ക്രൂശിലെ യാഗത്തിന് മുമ്പ് ഇതാ പിതാവെ കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞപ്പോ ദൈവം തന്റെ ദൂതനെ അയച്ച തന്റെ ആത്മാവാൽ പുത്രനെ ശക്തിപ്പെടുത്തി ദൈവത്തിന്റെ വചനം ദൈവകൃപയാൽ മരണം ആസ്വദിക്കാൻ ഇടയായ ക്രിസ്തു. ദൈവകൃപ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പ്രമാണത്തെയാണ് ഈ കൃപ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് ദൈവം അനുവദിക്കാം. അടുത്ത സന്ദേശത്തിൽ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തലം എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ഒരു ട്രാഫിക് ലൈറ്റും അതോടൊപ്പം തന്നെ ഒരു മേൽപ്പാലവും. ട്രാഫിക് ലൈറ്റ് ന്യായപ്രമാണമാണെങ്കിൽ മേൽപ്പാലം എന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രമാണമാണ്. ഇന്ന് ന്യായപ്രമാണം ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. അപ്പോ ന്യായപ്രമാണം മാറത്തില്ല. ആകാശം മാറും, ഭൂമി മാറും. ന്യായപ്രമാണത്തിന് ഒരു മാറ്റവും കാരണം ഭൂമിയിൽ ജീവിക്കുന്ന സ്വയത്തിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ന്യായപ്രമാണം. അവരെ പാപത്തിൽ വീഴാതിരിക്കാൻ ന്യായപ്രമാണം. എന്നാൽ ക്രിസ്തയേശുവിൽ വീണ്ടും ജനിച്ച് ആത്മകുടുംബത്തിൽ പുതിയ സൃഷ്ടികളായ നമുക്ക് ന്യായപ്രമാണത്തിന് ആവശ്യമില്ല. കാരണം ആത്മാവിന്റെ പ്രമാണം നമുക്ക് വന്നു കഴിഞ്ഞു, മേൽപ്പാലം വന്നു കഴിഞ്ഞു. അത് ഉപയോഗിച്ചാൽ ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തോടെ പോകാം. ആ ട്രാഫിക് ലൈറ്റിൽ ഒന്നും കുടുങ്ങി കിടക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത്രയും സന്ദേശം നിങ്ങൾ കേട്ടു. ഒരാഹ്വാനം കൂടി നിങ്ങൾക്ക് നൽകി. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരെ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ക്രിസ്തു വന്നിട്ട് സ്വർഗസ്ഥ പിതാവിനെയും പിതാവിന്റെ രാജ്യത്തെയും ചൂണ്ടിക്കാണിച്ചു, ആത്മരാജ്യത്തെ ചൂണ്ടിക്കാണിച്ചു. നമ്മളത് കാണുന്നതിൽ പരാജയപ്പെട്ടു. നല്ലൊരു പങ്കും അത് തിരിച്ചറിയുക. ഇതുകൊണ്ടാണ് യേശു യോഹന്നാൻ 5:24 പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. അവൻ ന്യായവിധിയിലാകാതെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പാപത്തിൽ നിന്ന് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക്, മരിച്ചു പോകുന്ന മരണമുള്ള കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക് അവൻ മാറി അവൻ എന്നേക്ക് സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കുവാൻ ഇടയാകും ക്രിസ്തുവിൽ. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനുണ്ടായ അതേ പ്രവർത്തനം, യേശുക്രിസ്തുവിനുണ്ടായ അതേ ഭാവം, യേശുക്രിസ്തുവിനുണ്ടായ അതേ പ്രവർത്തനം ഒക്കെ നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ. അതുവഴി നമുക്കും ക്രിസ്തു ജയിച്ചതുപോലെ ജയം പ്രാപിക്കുക. ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി ആ നിരപ്പിന്റെ ശുശ്രൂഷയിൽ ഒന്നായി തീരുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരും, സുവിശേഷം അറിയിക്കുന്ന എല്ലാ ദൈവദാസന്മാരും 5:17, 18, 19, 20 പറയുന്നത് പോലെ ആ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മുടെ കരങ്ങളിൽ സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ ഒരുവരെ രക്ഷയുടെ സുവിശേഷം മാത്രം പറയുകയല്ല, രക്ഷിക്കപ്പെട്ട ആ വ്യക്തി ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി ദൈവത്തോട് നിരന്നുകൊള്ളുവേൻ എന്ന പൗലോസിനെ പോലെ ക്രിസ്തുവിനെ പോലെ നമ്മൾ ആഹ്വാനം ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ ദൈവം നമ്മൾ മുഖാന്തരം കാര്യങ്ങൾ അറിയിക്കുന്നതായി തീരുവാനായിട്ട് ഇടയാകും. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓൾമോസ്റ്റ് 2 മണിക്കൂർ അടുക്കാറായി, 1 മണിക്കൂർ 53 മിനിറ്റുമായി. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യം മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു വചനം വായിക്കാൻ പോലും ഒരാൾ ഇടയിൽ ഇല്ലാഞ്ഞത് കൊണ്ട് തൊണ്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ദൈവം അവിടെ തുണയ്ക്കുവാനായിട്ട് ഇടയാകട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സദയോടുകൂടെ നമുക്ക് ഈ കേട്ട വചനങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് ബരോവരുള്ളവരെ പോലെ ഉറപ്പിച്ച ശേഷം നമ്മുടെ ജീവിതത്തിൽ പകർത്താം. അതുകൊണ്ട് ദൈവരാജ്യത്തിലെ പുതിയ പൗരനായ ആ പുതിയ സൃഷ്ടി ഉപയോഗിക്കേണ്ട നിയമമായ ലോ ഓഫ് ദ സ്പിരിറ്റ്, ഇതൊന്നും നമ്മുടെ ബൈബിളിന്റെ സിലബസിലില്ല. ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവരാജ്യത്തിലെ പൗരന്മാരായ, സ്വർഗത്തിലെ പൗരന്മാരായ, പുതിയ സൃഷ്ടികളായ, ക്രിസ്തുവാൽ വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്തുവിൻ വംശമായ ഞങ്ങൾ ഉപയോഗിക്കേണ്ട ആത്മാവിന്റെ നിയമത്തെക്കുറിച്ച്, യേശു ക്രിസ്തു ഉപയോഗിച്ച ആത്മാവിന്റെ നിയമത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇതിന്റെ ആഴങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ എങ്ങനെ ജീവിക്കണമെന്നും പറഞ്ഞു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞു തന്നത് അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ മനസ്സുകൾ ഉൾക്കൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അപ്പൊ ജഡലോകം വിട്ട് ആത്മലോകത്തിലേക്ക് യാത്രയാകുന്ന, വീണ്ടും ജനിച്ച ഞങ്ങളുടെ ആത്മാവും യാത്രയാകുന്ന ഞങ്ങളുടെ ദേഹിയും പരിചയമില്ലാത്ത മണ്ഡലത്തിൽ
എങ്ങനെ ജീവിക്കണം, ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പേൻ എന്ന് അങ്ങ് ഞങ്ങളോട് ആജ്ഞാപിച്ചു. അതിൽ എങ്ങനെ നിലകൊള്ളണമെന്ന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രിയ നല്ല പിതാവേ, ഈ ശുശ്രൂഷയ്ക്ക് ഇപ്പോൾ കടന്നു വന്നവരും ഇനി ഇത് കേൾക്കാൻ പോകുന്നവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ഈ ആത്മാവിന്റെ മറഞ്ഞു കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ മന്നകൾ അങ്ങ് ഹൃദയം തുറന്നില്ലെങ്കിൽ ആർക്കും മനസ്സിലാകത്തില്ല. അങ്ങ് അവരെ സഹായിക്കണമേ. ഇതിനായി വഴിയും വാതിലും ഒരുക്കുവാൻ അങ്ങ് ഉപയോഗിച്ച ഗോസ്പൽ ടിവിയെയും അങ്ങയുടെ ദാസൻ സാജുവിനെയും ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ദിനം പ്രതിയുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അവരുടെ ശാരീരിക വേദനകൾ, രോഗങ്ങൾ, അവരുടെ കുടുംബത്തെ കുറിച്ചുള്ള എല്ലാ ആവലാതികളും, അവരുടേതായ ബിസിനസ്, ജോലി, കൃഷി പഠനം എല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെടണമേ. യേശു ക്രിസ്തുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം അങ്ങ് ഞങ്ങൾക്ക് തന്നത് ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവനാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ഏതെങ്കിലും പാപങ്ങൾ ദൈവം ഓർപ്പിക്കുന്നെങ്കിൽ യേശുക്രിസ്തു രക്തത്താൽ ആ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മാനസാന്തരത്തോടെ ആയിരിക്കുന്ന വ്യക്തികളുടെ മേൽ ഇപ്പോൾ യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ അടിപ്പെടാനായി ലഭ്യമാക്കിയ ആ സൗഖ്യം ഇപ്പോൾ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഈ മക്കൾക്ക് ലഭ്യമാകട്ടെ. അതുവഴി ദൈവനാമം ക്രിസ്തുയേശുവിൽ മഹത്വപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. സർവ്വമഹത്വം പിതാവേ ഞങ്ങൾക്ക് തരുന്നു. ഈ സന്ദേശം അനേകരുടെ കണ്ണു തുറക്കുവാൻ ഇടയാകട്ടെ. എല്ലാ മഹത്വം പിതാവേ അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ള വ്യക്തിത്വങ്ങൾക്കും ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പല പല സന്ദേശങ്ങൾ, കമന്റുകൾ താഴെ എഴുതുന്നുണ്ട്. അതിലെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കമന്റുകൾക്ക് മാത്രമാണ് തുടർന്നുള്ള റിപ്ലൈസ് വരത്തുള്ളൂ. അതില് മാർക്കസ് സ്റ്റാൻഡേർഡിലാണ് എഴുതുന്നതെങ്കിൽ അതിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പകരം ഞാൻ പറഞ്ഞ ശരിയെന്ന് സ്ഥാപിക്കാനല്ല, പകരം ബൈബിളിലെ വചനം സത്യമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ തികവിലേക്ക് എത്തുകയും സ്വർഗീയ പിതാവ് ഒരു കുടുംബമായി തീരുകയും അതിനുവേണ്ടിയാണ് ഈ സന്ദേശം അറിയിക്കുന്നത്. എന്റെ കൂടെ ഞാൻ ആരെയും വരാനടാ ഞാൻ പറയുന്നില്ല. എല്ലാവരും ക്രിസ്തുവിന്റെ പുറകെ പോവുക. ക്രിസ്തുവിൽ തികഞ്ഞവരായി സ്വർഗസ്ഥ പിതാവിന്റെ ആ ഭവനം, ദൈവരാജ്യം അവകാശമാക്കുവാൻ എല്ലാവരും ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എല്ലാ മാസവും, കഴിഞ്ഞ ആഴ്ച നമുക്ക് സന്ദേശം ഉണ്ടായില്ല, കാരണം എറണാകുളത്ത് പ്രാർത്ഥനാലയത്തിൽ എല്ലാ മാസവും 7 ദിവസമുള്ള റിട്രീറ്റ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ റിട്രീറ്റിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ച് ദൈവരാജ്യത്തിന്റെ മൊഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഇത് വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരം എന്തെങ്കിലും അങ്ങനെയല്ല എങ്കിൽ തിരുത്തുവാനുള്ള ഒരു സാവകാശം അവിടെ ഉണ്ട്. ശനിയാഴ്ച വൈകിട്ട് എന്ന് പറയുന്നത് ജനത്തിന്റെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് കടന്നു വരാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അടുത്ത ധ്യാനം ദൈവം അനുവദിക്കുന്നതിൽ ഓഗസ്റ്റ് 4-ാം തീയതിയാണ്. ഫസ്റ്റ് തിങ്കളാഴ്ച ആരംഭിക്കും. നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. സാഹചര്യമുള്ള പ്രത്യേക നന്ദിയെ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാന് ഒരു യാത്രയിലായിരുന്നു. അത് ഉദ്ദേശ സമയത്ത് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് ഡിലേ ആയത്. ഇനി ഈ അടുത്ത ദിവസം ശനിയാഴ്ച UP-യിലേക്ക് കടന്നു പോകും. പിന്നെ അടുത്ത ആഴ്ച മുതലുള്ള നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു 2 മാസത്തെ സൗത്ത് ഇന്ത്യൻ പര്യടനത്തിന് ശേഷം നാളെ കഴിഞ്ഞ് ശനിയാഴ്ച ഉത്തർപ്രദേശിലേക്ക് കടന്നു പോകും. അതിനുശേഷം കുറച്ച് പുതിയ പദ്ധതികൾ, കുറെ പുതിയ അധ്യാപകർ നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ബൈബിൾ ക്ലാസ് ഉണ്ടാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെയധികം നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.